അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായാംഗങ്ങൾക്ക് പ്രസ്ഥാനത്തിന്റെ ധാർമ്മിക വിപ്ലവാഭിവാദ്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, പ്രസ്ഥാന നേതാക്കൾ, ഈ സമ്മേളനത്തിനെത്തിയ എൻ്റെ സഹോദരങ്ങളെ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കേരളത്തിലെ 6000-ലധികം പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ഒരു സന്ദേശമാണ് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്നത്. ഈ യൂണിറ്റിലെ പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി വ്യത്യസ്തമായ സംരംഭങ്ങൾ, പദ്ധതികൾ ഈ പ്രദേശത്ത് സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും രക്ഷകർത്താക്കളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയുള്ള ബോധവൽക്കരണ സംരംഭങ്ങൾക്കൊടുവിൽ ആ പരിപാടികളുടെ സമാപനം എന്നോണമാണ് ഇന്ന് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. സംഘടനയുടെ ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തെയും വിശുദ്ധ മതത്തിന്റെ ആദർശത്തെയും മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും ആത്മീയ സമ്മേളനവും ചേർത്തുകൊണ്ടുള്ള ഈ സംഗമം പ്രമേയ സംബന്ധമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. പുതുതലമുറയെക്കുറിച്ചാണ് നാം ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത്. പ്രബുദ്ധരായ ഒരു വിദ്യാർത്ഥി സമൂഹമാണ്, യുവജന വിഭാഗമാണ് ഒരു നാടിന്റെ കരുത്ത്. ഏതൊരു പ്രദേശത്തെ പരിശോധിക്കുമ്പോഴും ധാർമ്മിക ബോധമുള്ള ചെറുപ്പക്കാരിലൂടെ ഉയർന്നു വരുന്ന ഒരു ഗ്രാമ ചുറ്റുപാട് അത് ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയിലേക്ക് നയിക്കുന്നതാണ്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ, ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ശക്തമായ വിഭവം എന്ന് പറയുന്നത് ജ്വലിക്കുന്ന മനസ്സുള്ള യുവാക്കളാണ്. പ്രബുദ്ധരായ യുവത്വം ഏതൊരു നാടിലുണ്ടോ ആ നാടിനെ സംബന്ധിച്ചിടത്തോളം നന്നായി പ്രയോജനപ്പെടുത്താവുന്ന ഒരു ശക്തി ആ പ്രദേശത്തുണ്ടാകും. ആ രാജ്യം ഏറ്റവും ബലവത്തായിരിക്കും. ഈ ഒരു സന്ദേശത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പുതിയ തലമുറയെക്കുറിച്ചുള്ള ചർച്ചകൾ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ലോകത്ത് നടന്ന ഏത് വിപ്ലവങ്ങളെ പരിശോധിക്കുമ്പോഴും യുവത്വത്തിന്റെ സജീവമായ സാന്നിധ്യത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. യുവാക്കളുടെ കടന്നുവരവ് എവിടെയും വഴിത്തിരിവ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതസന്ദേശവുമായി മക്കയിലെ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിരുന്ന സന്ദർഭം, ധാർമ്മികമായ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് ധാരാളം പേർ കടന്നു വന്നു. അതേസമയം മക്കയിലെ ശക്തമായ ശത്രു സാന്നിധ്യത്തിൽ തങ്ങളുടെ വിശ്വാസങ്ങളെ പുറമേക്ക് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം പല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അവരുടെ വിശ്വാസങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുകയും ആരാധനാ കർമ്മങ്ങൾ വളരെ സ്വകാര്യമായി ചെയ്യുകയും ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന്റെ ഈ സവിശേഷമായ സാഹചര്യത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. രണ്ടാൽ ഒരു ഉമറിനെ കൊണ്ട് ഈ മതസന്ദേശം ശക്തിപ്പെട്ടെങ്കിൽ എന്നാഗ്രഹിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച സന്ദർഭമുണ്ട്. എന്താണ് മക്കയിലെ ഈ 2 ഉമറുമാരുടെ പ്രത്യേകത? 2 ഉമറുമാരും ആ രാജ്യത്തെ, ആ നാടിന്റെ ചെറുപ്പക്കാരുടെ പ്രതിനിധികളായിരുന്നു, യുവാക്കളുടെ പ്രതിനിധികളായിരുന്നു. ഈ യുവാക്കളുടെ കടന്നുവരവിലൂടെ താൻ പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശത്തിന് ലഭിക്കുന്ന ഒരു ഊർജവും വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു ആത്മബലത്തിന്റെയും ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുമാരിൽ ഒരു ഉമറിന്റെ കടന്നുവരവിനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും. ഈ പ്രാർത്ഥനയുടെ ഫലമായാണ് ഉമർ ബിൻ ഖത്താബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിൽക്കാലത്ത്
രണ്ടാം ഖലീഫ വരെ ഉയർന്നു വന്നിട്ടുള്ള മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ മതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു ചെറുപ്പക്കാരന്റെ കടന്നുവരവിലൂടെ മക്കയിലെ ചരിത്രത്തിന് മാറ്റമുണ്ടാവുകയാണ്. അതുവരെ സ്വന്തം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വിശ്വാസത്തെ പുറമേക്ക് പ്രഖ്യാപിക്കാനും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള ഒരാത്മബലം മക്കയിലെ വിശ്വാസി സമൂഹത്തിന് ലഭിക്കുന്നത് ഒരു ചെറുപ്പക്കാരന്റെ കടന്നുവരവാണ്. ചരിത്രത്തിന്റെ ഏതു ഘട്ടത്തിലും ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ സാന്നിധ്യം ഊർജം നൽകുന്നതായി കാണാൻ സാധിക്കും. ലോകത്ത് നടന്ന വിപ്ലവങ്ങളെ പരിശോധിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും റഷ്യൻ വിപ്ലവത്തിന്റെയും ഒക്കെ കഥകൾ കുട്ടികൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഈ വിപ്ലവത്തിന്റെ ചരിത്രങ്ങളിൽ ഓരോന്നിലും ഒരുപക്ഷെ ആ വിപ്ലവങ്ങൾക്ക് ബൗദ്ധികമായ ശക്തി നൽകിയിടത്ത് അനുഭവ പാരമ്പര്യമുള്ള, പ്രായമുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകാം. പക്ഷെ അതൊരു തികഞ്ഞ വിപ്ലവമാക്കി മാറ്റുന്നത് ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. രാജ്യത്തിന്റെ അധിനിവേശത്തിനെതിരെയുള്ള സമരങ്ങൾ, ലോകത്തെമ്പാടും നടന്നിട്ടുള്ള അധിനിവേശ വിരുദ്ധമായ സമരങ്ങൾ, വൈദേശിക ശക്തികൾക്കെതിരെയുള്ള, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള സമരങ്ങൾ, ആ സമരങ്ങളെ ഉജ്ജ്വലമാക്കി മാറ്റിയത് യുവാക്കളുടെ സാന്നിധ്യമാണ്, വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ്. 1919 ഇന്ത്യ രാജ്യത്ത് ഒരു സർവകലാശാലയുടെ തുടക്കമുണ്ടായിട്ടുണ്ട്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ബ്രിട്ടീഷ് അധികാരികളുടെ സാന്നിധ്യത്തിലാണ് ഈ സർവകലാശാലക്ക് തുടക്കം കുറിക്കുന്നത്. അന്നത്തെ വൈസ്രോയിയാണ് ഉദ്ഘാടകനായിട്ടുള്ളത്. ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഒരു സർവകലാശാല ഇന്ത്യയിൽ, ബനാറസ് ഹിന്ദു സർവകലാശാലക്ക് തുടക്കം കുറിക്കുന്നത്. ഈ സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിലേക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമികയെ ഏറ്റവും ശക്തമായ നേതൃത്വം കൊണ്ട് ഉജ്ജ്വലമാക്കി മാറ്റിയ മഹാത്മാഗാന്ധി കടന്നു വരുന്നുണ്ട്. ഗാന്ധിജി ഈ ഒരു ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വരുന്നത് കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. താൻ അഭിമുഖീകരിക്കാനിരിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കേണ്ട ചെറുപ്പക്കാരാണ്, രാജ്യത്തിന്റെ ഭാവി നിർണയിക്കേണ്ട വിദ്യാർത്ഥികളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി ആ വേദിയിൽ ഒരു പ്രഭാഷണം നടത്തുന്നത്. താൻ രാജ്യം ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രഭാഷണം നടത്തുന്നത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, ഈ രാജ്യത്തിൽ നിന്ന് വൈദേശിക ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തിന് മോചനം വേണം എന്നാഗ്രഹിക്കുകയും അതിന് വിദ്യാർത്ഥികളെ സംബോധന ചെയ്തുകൊണ്ട് ധീരമായ സമരവഴിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്നാഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം ഒരു വിദ്യാർത്ഥി തലമുറ എങ്ങനെയാണ് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത് എന്നത് സംബന്ധിച്ച് ശക്തമായ ആഹ്വാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പിൽക്കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സാന്നിധ്യം കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് നടന്നിട്ടുള്ള ഏത് വിപ്ലവങ്ങളെ പരിശോധിക്കുമ്പോഴും ആ വിപ്ലവങ്ങൾക്കൊക്കെ പിറകിൽ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ സാന്നിധ്യമുണ്ട്. ഈ ചെറുപ്പക്കാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു സമകാലിക ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഒരുപാട് വിശേഷങ്ങളിൽ പെട്ട ഒന്ന് യുവജനസംഖ്യ കൊണ്ട് സമ്പന്നമാണ് വർത്തമാന ഇന്ത്യ എന്നതാണ്. ലോകത്തെ മറ്റൊരുപാട് രാജ്യങ്ങൾക്ക് ലഭിക്കാത്ത ഒരു വിശേഷണമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള യുവജനങ്ങളുടെ സാന്നിധ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഇന്ത്യയിലല്ല എന്ന് നമുക്കറിയാം. ആ മേഖലയിലേക്ക് നമ്മുടെ രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ അയൽപ്പക്കത്തുള്ള ചൈന ഇന്ത്യയിലേക്ക് അസൂയപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയെക്കാൾ സാമ്പത്തിക വളർച്ച ചൈന നേടിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സാങ്കേതിക മികവിലേക്ക് അല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മളെക്കാൾ മികച്ച സാങ്കേതിക വിദ്യ അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ചൈന ഉൽപ്പന്നമെങ്കിലുമുണ്ട്. ജനസംഖ്യ കൊണ്ടല്ല നമ്മളിലേക്ക് നോക്കുന്നത് എന്ന് ഉറപ്പാണ്. കാരണം നമ്മളെക്കാൾ മികച്ച ജനസംഖ്യ ആ രാജ്യത്തിനുണ്ട്. ഭൂവിസ്തൃതി കൊണ്ടല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്ത്യയെക്കാൾ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് അയൽപ്പക്കത്തുള്ള ചൈന. പിന്നെ എന്ത് കാര്യത്തിലാണ് ഇന്ത്യ ചൈനയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? അല്ലെങ്കിൽ ചൈന ഈ രാജ്യത്തിലെ ഒരു സവിശേഷതയായി കാണുന്നത്? അത് ഈ രാജ്യത്തിന്റെ സമ്പന്നമായ യുവജനത്തിന്റെ സാന്നിധ്യമാണ്. എന്തുകൊണ്ട് ചൈന ഈ കാര്യത്തിൽ ഇന്ത്യയിലേക്ക് അല്പം അസൂയയോടുകൂടി നോക്കുന്നു ഞാൻ പറയാൻ കാരണം, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ചൈന ഉയർന്നു നിൽക്കുമ്പോൾ പോലും ആ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചൈന ഒരു വൃദ്ധ ചൈനയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്.
ഡെമോഗ്രഫിയിൽ വലിയൊരു അന്തരം ഉണ്ടാകുന്നു. ജനസംഖ്യയുടെ അനുപാതത്തിൽ വലിയൊരു അന്തരം ആ രാജ്യത്തുണ്ട്. ആ അന്തരം വൃദ്ധന്മാരുടെ ജനസാന്നിധ്യം, വൃദ്ധന്മാരുടെ സാന്നിധ്യം ആ രാജ്യത്ത് ചെറുപ്പക്കാരെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നതാണ്. വാർദ്ധക്യം ഒരു പാപമല്ല, ഒരു കുറ്റമല്ല. വാർദ്ധക്യം പരിരക്ഷിക്കേണ്ടതാണ്, അതൊരു കുറവായിട്ടല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേസമയം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ വികസനത്തിന്, പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഗുണം ഊർജ്ജസ്വലമായ യുവത്വത്തിന്റെ സാന്നിധ്യമാണ്. അത് ആ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള, സൃഷ്ടാവ് രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ ശ്രമം നടത്തുന്നോ തീർച്ചയായും അതിന് തിരിച്ചടി ഉണ്ടാകും. നമ്മൾ സമകാലിക ലോകത്ത് ഏറ്റവും കൂടുതൽ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ. കുടിവെള്ളത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ ചെറുപ്പത്തില് അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ പ്രസിദ്ധീകരണങ്ങളിൽ വായിച്ചിരുന്നു, പ്രഭാഷണങ്ങളിൽ കേട്ടിരുന്നു. പക്ഷെ അതൊക്കെ അല്പം അതിശയോക്തി കലർത്തിയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് നമുക്കൊരു കാലത്ത് തോന്നിയിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ പോലും കുടിവെള്ളത്തിന് വേണ്ടി പരസ്പരം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ കുറിച്ച് വായിക്കേണ്ടി വരുന്നു. മഹാരാഷ്ട്രയിലെ ലാത്തൂർ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ സജീവമായ ചർച്ചയായിരുന്നു. പുതിയ വിഷയം വരുമ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് ചർച്ച മാറുന്നു എന്ന് മാത്രം. ലാത്തൂരില് ജലം കൊണ്ടുവരുന്ന ട്രെയിൻ തടുത്തു നിർത്തുന്ന സാഹചര്യവും, കുടിവെള്ളം ഇറക്കുന്ന സന്ദർഭങ്ങളിൽ ജനങ്ങൾ തടിച്ചുകൂടി സംഘർഷം സൃഷ്ടിക്കുന്ന, കുടിവെള്ളത്തിന് വേണ്ടി സംഘർഷം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി നിരോധനാജ്ഞ ഏർപ്പെടുത്തേണ്ടി വരുന്നു എന്നത് ഒരു രാജ്യത്തിന്റെ വളരെ പ്രയാസകരമായ ഒരു ചുറ്റുപാടിനെയാണ് അറിയിക്കുന്നത്. ലാത്തൂരിലും മഹാരാഷ്ട്രയിലും മരിച്ചുകൊണ്ടിരിക്കേണ്ട ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെയും മാത്രം കാര്യമല്ല ഇത്. ജലസാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്ന നമ്മുടെ ഗ്രാമങ്ങൾ പോലും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന കിണറുകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കടകളിൽ നിന്ന് വാങ്ങാൻ വില കൊടുത്ത് വാങ്ങേണ്ട കുടിവെള്ളത്തിന്റെ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ഈ പ്രകൃതിയെ, അതിലെ വിഭവങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതിന്റെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകപ്പെട്ടവരാണ് അതിന്റെ ഉപഭോക്താക്കളായ നമ്മൾ ഓരോരുത്തരും. അത് പാലിക്കുന്നതിന് പകരം പ്രകൃതിയിലെ ഓരോ വിഭവങ്ങളെയും ചൂഷണം ചെയ്യാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. നാം ഉപയോഗിക്കേണ്ട ജലം അതിസൂക്ഷ്മമായി ഉപയോഗിക്കേണ്ടതാണ്. വരാനിരിക്കുന്ന ഒരു തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതിയിലെ വിഭവം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഇക്കാര്യങ്ങളിൽ പ്രത്യേകമായ ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ജലം എന്ന് മാത്രമല്ല, ഈ പ്രകൃതിയിലെ ഏതു വിഭവത്തെയും പ്രയോജനപ്പെടുത്തുന്നിടത്ത്, ഉപയോഗിക്കുന്നിടത്ത് നാം പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒഴുകുന്ന നദിയിൽ നിന്ന് നിങ്ങൾ വുദുവെടുക്കുന്ന സന്ദർഭങ്ങളിൽ പോലും അമിതത്വം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടതിനപ്പുറം അംഗസ്നാനം ചെയ്യാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മള്. നമ്മുടെ ജലോപയോഗത്തിന്റെ സ്ഥിതി എന്താണ്? ഒരു ആത്മപരിശോധന അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊണ്ട് ആത്മപരിശോധന നിർബന്ധിതമായി നടത്തിപ്പിക്കുന്ന സാഹചര്യമാണ്. പ്രകൃതിയുടെ വിഭവങ്ങൾ ഓരോന്നും സുരക്ഷിതമായിരിക്കണം, വരും കാലത്തിനു കൂടി പ്രയോജനപ്പെടുത്തപ്പെടണം എന്നതിൽ നമുക്ക് ആലോചനകൾ ഉണ്ടാകാറുണ്ടോ? മരം വെച്ചുപിടിപ്പിക്കണം എന്നത് ഒരു ധർമ്മസമരത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകരുടെ അനുയായികളാണ് നമ്മള്. അന്ത്യനാൾ എത്തി എന്നറിഞ്ഞാൽ പോലും, അന്ത്യനാളിന്റെ സാഹചര്യങ്ങൾ തന്റെ മുന്നിൽ നിൽക്കുന്നു എന്നറിഞ്ഞാൽ പോലും, ഈ ലോകം അവസാനിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ പോലും നിങ്ങളുടെ കൈകളിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അത് മണ്ണിൽ വെച്ചു പിടിപ്പിക്കണം, അത് കിളിർത്ത് വരുന്നതിനെ കുറിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കണം എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മള്. നമ്മളിൽ പ്രകൃതിയുമായി എത്രത്തോളം ബന്ധമുണ്ട്? ഒരു മരം അത് കുടിച്ചിട്ട് ഒരു തൈ നട്ട് അത് വളർന്ന് വലുതായി അതൊരു വടവൃക്ഷമായി വന്ന് അതിലെ തണലാസ്വദിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പഥികൻ, ഒരു യാത്രികൻ, ആ ആസ്വദിക്കുന്ന തണലാസ്വദിക്കുന്ന ഒരു വ്യക്തി, അതിന്റെ പ്രതിഫലം മരം നട്ടവന് ലഭിക്കും എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മള്. ആ മരം കായ്ച്ച്, ഫലവൃക്ഷം കായ്ച്ച്
അതിൽ നിന്നും ഫലമുണ്ടായി. ആ ഫലം എവിടെ നിന്നോ വന്ന ഒരു പക്ഷി കൊത്തി തിന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾ മരിച്ചു മണ്ണടഞ്ഞാൽ പോലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള, പ്രകൃതിയോട് ഇത്രത്തോളം ബന്ധം കാത്തുസൂക്ഷിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മള്. നാമും പ്രകൃതിയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്ന ആലോചന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ സൂക്ഷിക്കേണ്ടിടത്ത് നാം പാലിക്കേണ്ട മര്യാദകൾ നാം ലംഘിച്ച സന്ദർഭങ്ങളിൽ പ്രകൃതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചൈനയും ഈ സന്ദർഭത്തെയും ബന്ധിപ്പിക്കുന്നത്, ചൈന ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സമൂഹമായി വളർന്നു വരുന്ന സന്ദർഭങ്ങളിൽ ആ രാജ്യത്തിലെ ഭരണകൂടം പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിൽ
ഞാൻ പറഞ്ഞു വന്നത് ചൈന ഇന്നൊരു വൃദ്ധ ചൈനയായി രൂപപ്പെട്ടു വന്നതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. 1979 ശക്തമായ ജനസംഖ്യാ വർധനവ് ആ രാജ്യത്തുണ്ടായപ്പോൾ അത് പ്രതിരോധിക്കുന്നതിനു വേണ്ടി നിർബന്ധപൂർവം രാജ്യം ഒരു നിയമം നടപ്പാക്കി. ആ രാജ്യത്ത് ഉള്ള ദമ്പതികൾ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് രാജ്യം നടപ്പാക്കിയിട്ടുള്ള നിയമം. ഏകസന്താന നിയമം നടപ്പാക്കിയതിനു ശേഷം അതിനെ മറികടക്കുന്ന വ്യക്തികളെ ഏതെങ്കിലും രൂപത്തിൽ ഗവൺമെന്റ് ദ്രോഹിക്കാൻ തുടങ്ങി. അതിൽ പക്ഷേ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടാകാം, അതല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി നിഷേധിച്ചുകൊണ്ടാകാം. എന്താണ് ഈ ഒരു സംവിധാനത്തിന്റെ പ്രതിഫലനമായിട്ടുണ്ടായത്? യഥാർത്ഥത്തിൽ സന്താന നിയന്ത്രണം എന്നത് അശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയന്താവായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ രീതിയെയും രൂപത്തെയും ആ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളെ മറികടക്കാൻ സൃഷ്ടികളായി നമുക്ക് അവകാശമില്ല. കൃത്രിമമായ രൂപത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി തിരിച്ചടി ഉണ്ടാകും. ഒരുപക്ഷെ പുരോഗമനത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് ഈ ആശയങ്ങളെ അല്പം പിന്തിരിപ്പനായിട്ട് തോന്നിയേക്കാം. എന്തുകൊണ്ട്? ഞാനതിന്റെ ജീവിക്കുന്ന ചില ഉദാഹരണങ്ങളിലേക്കാണ് വരുന്നത്. രാജ്യത്ത് ഇതിന്റെ ഫലമായിട്ടുണ്ടായത് ഒരു കുട്ടിയെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിയമം വരുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടി ആൺകുട്ടിയാകണം എന്ന നിർബന്ധമുണ്ടാകും. ഏതൊരു രാജ്യത്തും ഏതൊരു ലോകത്തും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുക എന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്താൻ പാടില്ല. ധാർമ്മിക വ്യവസ്ഥിതിക്കെതിരാണ്. എല്ലാ രാജ്യത്തും അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ അനിവാര്യമായ സാഹചര്യത്തിലല്ലാതെ. ചൈനയിൽ സംഭവിച്ചത് അനധികൃതമായ രൂപത്തിൽ കുഞ്ഞുങ്ങളുടെ ലിംഗനിർണയം നടത്തുകയും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുകയും സ്വകാര്യമായി അത് പെൺകുട്ടിയാണ് എന്നറിയുമ്പോൾ ആ കുട്ടികളെ ഗർഭാവസ്ഥയിൽ തന്നെ കൊന്നൊടുക്കുന്ന അതിഭീകരമായ അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തിലെ ജനങ്ങൾ നീങ്ങി എന്നതാണ്. പിറക്കാൻ സാധ്യതയുള്ള 40 കോടി കുഞ്ഞുങ്ങളെയാണ് ആ രാജ്യം കൊന്നൊടുക്കിയത്. പിറക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ മദ്രസയിൽ ചെറിയ കുട്ടികൾ നബിദിന പ്രഭാഷണങ്ങളിൽ 6-ാം നൂറ്റാണ്ടിന്റെ അതിഭീകരമായ രംഗങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു. ഇരുണ്ട ഒരു അറേബ്യയുടെ ചിത്രത്തെക്കുറിച്ച്. അവിടെ പെൺകുഞ്ഞുങ്ങൾ പിറന്നു വീണു എന്നറിയുമ്പോൾ വിവർണമാകുന്ന ഒരു പിതാവിന്റെ മുഖത്തെയായിരുന്നു നാം കേട്ടിരുന്നത്. ആ കുഞ്ഞിനെ അതിക്രൂരമായ രൂപത്തിൽ പിടിച്ചുമൂടുന്ന രംഗത്തെക്കുറിച്ചായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. ആധുനിക ലോകത്ത് മനുഷ്യൻ ഒരു പെൺകുഞ്ഞിന് പിറക്കാനുള്ള സാധ്യതകളെ പോലും നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നത് എന്ന് നമ്മളെന്നും പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രൂണഹത്യകളിൽ പലപ്പോഴും വലിയൊരു ശതമാനവും കാരണമായി മാറുന്നത് പെൺ സാന്നിധ്യവും പെൺ സാധ്യതയുമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നിയമത്തിന്റെ പ്രകൃതി വിരുദ്ധമായ നിയമ നടപടികളുമായി ഭരണകൂടങ്ങൾ രംഗത്ത് വന്നപ്പോൾ ആ ജനങ്ങളുടെ എണ്ണത്തിൽ ഒരു പക്ഷേ ആനുപാതികമായി എണ്ണം കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാകാം. എന്താണ് അതിന്റെ ഫലമായി സംഭവിച്ചത്? രാജ്യത്ത് ജനസംഖ്യയിൽ വലിയൊരു അനുപാതത്തിൽ വലിയൊരു അന്തരമുണ്ടായി. ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയും വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. ഈ അന്തരത്തെക്കുറിച്ച് ആ രാജ്യം ഇന്ന് പുനരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാലും അത്തരം ഒരു ദുരന്ത മുഖത്തേക്ക് പോകേണ്ടി വരാത്ത രാജ്യമാണ് ഇന്ത്യ രാജ്യം. രാജ്യത്തും അങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെ നിർബന്ധിതമായി നിയമങ്ങൾ നടപ്പാക്കുകയും ആ രാജ്യത്ത് ആ സംസ്ഥാനത്ത് ആൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോ പെൺകുട്ടികൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. തൊട്ട അയൽപ്പക്കത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക്, പഞ്ചാബിലേക്കും ഡൽഹിയിലേക്കും പോയി പെൺകുട്ടികളെ തേടിപ്പോയ സന്ദർഭം ഒരു ഘട്ടത്തിൽ ഹരിയാനയിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ത്യ രാജ്യത്ത് ശക്തമായ യുവാക്കളുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ വളരെ കൂടുതൽ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ സാന്നിധ്യമുണ്ട്. ഈ യുവജന ശക്തിയെ ഏറ്റവും ഭംഗിയായി പ്രയോജനപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ നാട് വിജയിക്കേണ്ടത്. അതിനെ നിർമ്മാണാത്മകമായ മേഖലയിൽ, അതിനെ ഗുണപരമായി പ്രയോജനപ്പെടുത്തുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരെ നേരായ ദിശയിലേക്ക് സഞ്ചരിപ്പിക്കാനും അവരുടെ ഊർജത്തെ പ്രയോജനപ്പെടുത്താനും സാധിച്ചാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും, നമ്മുടെ ഗ്രാമങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക മേഖലയിൽ മുഴുവൻ മേഖലയിലും നമുക്ക് കരുത്താർജിക്കാൻ സാധിക്കും, ഭദ്രമായ സുരക്ഷിതമായ രാജ്യത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതേസമയം ഈ ചെറുപ്പക്കാർ രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രവർത്തിക്കുന്നതിന് പകരം രാജ്യവിരുദ്ധരായി മാറിയാലോ, ജനങ്ങൾക്കിടയിൽ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളായി മാറിയാലോ,
സമാധാനപൂർണമായ ഒരു രാജ്യത്തെ പണിയുന്നതിന് പകരം പരസ്പരം വിദ്വേഷം സൃഷ്ടിച്ചുകൊണ്ട് പോരടിക്കുന്ന തരത്തിലേക്ക് ജനവിഭാഗങ്ങളെ മാറ്റിയെടുത്താലോ? രാജ്യത്തെ നിർമ്മിക്കുന്നതിന് പകരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ചെന്ന് രാജ്യത്തെ നശിപ്പിക്കുന്ന സംഘങ്ങളായി മാറിയാലോ? രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രവർത്തിക്കുന്നതിന് പകരം ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിച്ച് മത്തുപിടിച്ച അവസ്ഥയിലേക്ക്, സ്വന്തം മനസ്സ് മരവിച്ച അവസ്ഥയിലേക്ക് ചെന്നാലോ? ധാർമ്മിക മൂല്യങ്ങളെ ജീവിതത്തിൽ പുലർത്തുന്നതിന് പകരം വൃത്തികെട്ട ലൈംഗിക വീഴ്ചയുടെയും അതിക്രമങ്ങളുടെയും ലോകത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാർ സഞ്ചരിക്കുന്ന ഒരു ചിത്രം രൂപപ്പെട്ടു വന്നാലോ? അവിടെ ഈ സമ്പന്നമായ യുവത്വം രാജ്യത്തിന്റെ പുരോഗതിയും രാജ്യത്തിന്റെ ഗുണവും രാജ്യത്തിന്റെ അനുഗ്രഹവുമായിട്ടല്ല മാറുക, രാജ്യത്തിന്റെ ശാപമായിട്ടാണ് മാറുക. പുതിയ കാലത്തെ ചെറുപ്പത്തെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായി നിങ്ങൾക്ക് ചേർത്തു വെക്കാം. ചെറുപ്പക്കാർക്കിടയിലുള്ള ധാരാളം കുറവുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, പരിമിതികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ആവലാതികളിൽ പലതും യുവജന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും ഇത്തരം ചർച്ചയിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഒരു പ്രയോഗമാണ് ന്യൂ ജനറേഷൻ എന്ന പ്രയോഗം, പുതുതലമുറ എന്ന പ്രയോഗം. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ അരുതായ്മകളുടെയും കാരണക്കാരായി നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് ഈ യുവജന വിഭാഗങ്ങളെയാണ്, ഈ ന്യൂ ജനറേഷനെയാണ്, പുതുതലമുറയെയാണ്. ന്യൂ ജനറേഷൻ എന്നത് ഒരു ശകാര പദപ്രയോഗമായി പോലും നമ്മൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അരുതായ്മകളുടെയും കാരണക്കാരായി നാം ഈ പുതുതലമുറയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കിടയിൽ എന്തെങ്കിലും നന്മകളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അതിനേക്കാളേറെ അവരുടെ കുറവുകളെ ചികഞ്ഞു പരിശോധിക്കാനും സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുറവുകളുടെയും കാരണക്കാരായി ഈ പുതുതലമുറയെ ആക്ഷേപിക്കാനുമാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് പുതുതലമുറയിൽ ചില കുറവുകളുണ്ട് എന്ന് നമ്മൾ തൽക്കാലം അംഗീകരിക്കുക. ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നവർ, വൃത്തികെട്ട ഫാഷൻ ഭ്രമം പിടിച്ച് വളരെ മോശമായ വസ്ത്രധാരണം നടത്തുന്ന ആളുകൾ, ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിൽ, അവരുടെ മാതൃപിതൃ ബന്ധങ്ങളുടെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും അല്പം കുറവുകൾ നമ്മൾ കാണുന്നുണ്ടാകാം. ഈ കുറവുകൾക്ക് പുതുതലമുറയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ചില ആത്മപരിശോധനകൾ നമ്മൾ നടത്തേണ്ടതില്ലേ? ആത്മവിമർശനപരമായി കാര്യത്തെ നാം പരിശോധിക്കുമ്പോൾ ആരാണ് പുതിയ തലമുറക്ക് ഈ അജണ്ടകൾ നിർണയിച്ചു നൽകിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പുതുതലമുറയുടെ ഫാഷൻ ഭ്രമം ആര് രൂപപ്പെടുത്തിയെടുത്തതാണ്? അവരുടെ വസ്ത്രസങ്കല്പം ആര് രൂപപ്പെടുത്തിയെടുത്തതാണ്? അവരുടെ ഭക്ഷണക്രമം ആരുടെ സംഭാവനയാണ്? അവരുടെ വിദ്യാഭ്യാസ രീതി ആർ നിർണയിച്ചു നൽകിയതാണ്? അവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ആരിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്? സാംസ്കാരികമായ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളെയും നാം കൃത്യമായി പരിശോധിക്കുമ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയെ ന്യൂ ജനറേഷനിൽ മാത്രം കുറ്റം പതിച്ചു നൽകി രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല എന്ന് ബോധ്യപ്പെടും. ഈ തലമുറയെ രൂപപ്പെടുത്തിയ ഒരു കുടുംബ സംവിധാനം നമുക്കുണ്ട്. ആ കുടുംബം ചേർന്നുള്ള ഒരു സാമൂഹിക സംവിധാനം, ഒരു സമൂഹവും നമുക്കുണ്ട്. കുടുംബത്തിന്റെ ഭാഗമാണ്, സമൂഹത്തിന്റെ ഭാഗമാണ് ന്യൂ ജനറേഷൻ എന്ന തിരിച്ചറിവാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. നാം പുനരാലോചന നടക്കേണ്ടത് നമ്മുടെ കുടുംബ സംവിധാനത്തിനകത്ത് നിന്ന് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾക്കിടയിൽ, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വളരെ ആഭാസകരമായ വസ്ത്രരീതിയുണ്ട് എന്ന് നിങ്ങൾ പരാതിപ്പെടുന്നതിന് മുമ്പ് ആ വസ്ത്രത്തെ പരിചയപ്പെടുത്തിയ ഒരു കുടുംബ രീതിയെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ ആ കുട്ടിയുടെ വസ്ത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ആ കുട്ടിയുടെ സ്വതന്ത്രമായ ചിന്തയിൽ നിന്നല്ല. അതിനപ്പുറത്ത് നാം അടിച്ചേൽപ്പിക്കുന്ന ഒരു വസ്ത്രരീതിയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവന്റെ പ്രയോറിറ്റി, അവന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. പകരം നമ്മുടെ ടേസ്റ്റ് എന്താണ്, നമ്മുടെ പ്രിഫറൻസ് എന്താണ്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വസ്ത്രരീതിയിൽ ഒരു കുട്ടിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളല്ലേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവ്, മാതാവ്, രക്ഷിതാവ്, അവരല്ലേ ഒരു കുട്ടിക്ക് ആവശ്യമായ വസ്ത്രം തിരഞ്ഞെടുത്തിട്ടുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കൊച്ചുകുട്ടിക്ക് ആവശ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിന് ഒരു ടെക്സ്റ്റൈൽസിൽ കയറുന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ തീർത്തും ഗ്രാമീണമായ ചില കാര്യങ്ങളിലേക്ക് വരുന്നു. നാം നമ്മുടെ കുട്ടിക്ക് വേണ്ടി വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിന് ഒരു ടെക്സ്റ്റൈൽസിൽ കയറുമ്പോൾ നിങ്ങളുടെ മുന്തിയ പരിഗണനയായി വരാറുള്ളത് എന്താണ്? നാം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മൂല്യവത്തായ സംസ്കാരമാണോ? വിശുദ്ധ മതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വസ്ത്ര സംസ്കാരമാണോ നമ്മുടെ പരിഗണന? അതല്ലെങ്കിൽ പുതിയ ട്രെൻഡാണോ നമ്മൾ പരിഗണിക്കാറുള്ളത്? ഏതെങ്കിലും താരസുന്ദരി അവതരിപ്പിച്ചിട്ടുള്ള ചിത്രം അത് കണ്ട് വസ്ത്രസങ്കല്പത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും
മനോഘടനയിൽ അങ്ങനെയൊന്ന് രൂപപ്പെടുത്തിയെടുത്ത വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ മനസ്സിനല്ലേ യഥാർത്ഥത്തിൽ കുറവുള്ളത്? നാം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൽ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു മൂല്യത്തെ, നാം പരിഗണിക്കേണ്ടിയിരുന്ന ഒരു മൂല്യത്തെ നാം അവഗണിച്ചുവെങ്കിൽ എവിടെയാണ് നമുക്ക് പുതിയ തലമുറയിലെ വസ്ത്രസങ്കല്പത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് എങ്ങനെയാണ് അവകാശമുണ്ടാവുക? വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് വരാം. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2 മേഖലയിലെ വിദ്യാഭ്യാസമുണ്ട്. മതരംഗത്തും ഭൗതിക രംഗത്തും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. 2 മേഖലകളിലും ഉയർന്ന ഉയരങ്ങൾ കീഴടക്കേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. പക്ഷെ നമ്മുടെ മുൻഗണന എവിടെയാണ് വരാറുള്ളത്? ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാകണം എന്ന നമ്മുടെ ആഗ്രഹമാണ്, ന്യായമായ ഒരു ആവശ്യമാണ്. തീർച്ചയായും ഞാൻ ആവർത്തിച്ചു പറയുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ കോഴ്സുകളിലേക്ക് കയറി വരാനും ആ മേഖലകളിൽ അതിരുകളില്ലാത്ത സ്വപ്നം സൃഷ്ടിച്ചെടുക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയണം. അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ഒരു രക്ഷിതാവിന്റെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. അതേസമയം ആ കുട്ടിക്ക് ലഭ്യമാകേണ്ട ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? ധാർമ്മിക വിദ്യാഭ്യാസം അവഗണിക്കപ്പെടുന്ന സാഹചര്യം, കുട്ടിക്ക് നന്മയുടെ വാക്കുകളും ആശയങ്ങളും ലഭ്യമാകേണ്ട ധാർമ്മിക വിദ്യാഭ്യാസം അവഗണിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ കുടുംബ സംവിധാനത്തിലുണ്ട് എങ്കിൽ പുതുതലമുറയെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ പുനരാലോചന അനിവാര്യമായിട്ടുണ്ട്. ആരാധനാ രീതിയിലേക്ക് വരിക. പുതിയ തലമുറകളിലെ അംഗങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്ത് പിറകോട്ട് പോകുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പരാതിപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നടത്തേണ്ട പരിശോധന അത് പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ നാം അത് ചെയ്തിരുന്നോ എന്നതാണ്. വിശുദ്ധ മതത്തിന് കൃത്യമായ ഒരു കുടുംബഘടനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അതിന് കൃത്യമായ മാർഗനിർദ്ദേശം ലഭ്യമായ ആളുകളാണ് മതത്തിന്റെ അനുയായികൾ. എങ്ങനെയാണ് ഒരു കുടുംബത്തെ സംവിധാനിക്കേണ്ടത്, അത് ഏത് രീതിയിലാകണം എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നമ്മുടെ മുന്നിലുണ്ട്. ആ മാർഗനിർദ്ദേശത്തെ പാലിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ജീവിതം എത്രത്തോളം അതിന് യോജിച്ചു വരുന്നുണ്ട് എന്ന പരിശോധന നാം നടത്തേണ്ടതില്ലേ? 3 വർഷക്കാലം ഒരു കുട്ടിക്ക് ലഭ്യമാകേണ്ട ട്രെയിനിങ്ങിനെ കുറിച്ച്, പരിശീലനത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച ആളുകളല്ലേ നമ്മള്? ആരാധനാ കാര്യങ്ങളിലും ജീവിതത്തിൽ പുലർത്തേണ്ട മൂല്യങ്ങളിലും ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട, മൊട്ടിലെ നാം രൂപം നൽകിയെടുക്കേണ്ട, മനസ്സിൽ പതിച്ചു നൽകേണ്ട ചില ആശയങ്ങളുണ്ട്. ആശയങ്ങൾ രൂപപ്പെട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സെന്തായിരുന്നു പറഞ്ഞത് എന്ന് പരിശോധിക്കേണ്ടതില്ലേ? 7 വയസ്സാകുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലതും തീയതും വേർതിരിച്ചറിയാൻ മാനസികമായി പാകപ്പെട്ടു വരുന്നൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ കുട്ടികൾക്ക് പരിശീലിപ്പിച്ചെടുക്കേണ്ട ആരാധനാ മുറകളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് വിശുദ്ധ മതം നമ്മുടെ മുന്നിൽ വെക്കുന്നു. 7 വയസ്സാകുന്ന കുട്ടിക്ക് നിസ്കരിക്കാനുള്ള പരിശീലനം നൽകണം നമ്മോട് പറയുന്നു. നമ്മുടെ വീടുകളിൽ അത്തരത്തിലുള്ള സംവിധാനം എത്രത്തോളം നാം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്? ഞാനിത് പറയുമ്പോൾ നമ്മുടെ പരിസരത്തെ ഒരു മഹാപണ്ഡിതനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം തന്റെ മകൻ അടുത്ത കാലത്ത് മരിച്ചുപോയി. വളരെ പ്രതീക്ഷയുള്ള, നല്ല പ്രാഗൽഭ്യമുള്ള, വളരെ പാണ്ഡിത്യമുള്ള, നല്ല ചിന്താശക്തിയുള്ള, എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള ഒരു യുവത്വത്തിന്റെ പ്രതീകമായ പ്രതീക്ഷയുള്ള ഒരു താരമായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം മാരകമായ രോഗം പിടിപെട്ട് മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ കഴിവും ജീവിതവും എല്ലാം അടുത്തറിയുന്ന കൂട്ടുകാർ ഒരു അനുസ്മരണ വേദിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. നല്ല രീതിയിൽ ജീവിക്കുന്ന ഈ കൂട്ടുകാരൻ ജീവിതത്തിൽ നന്മ മാത്രം പുലർത്തുന്ന, സാമൂഹ്യമായ ഇടപെടലുകളിലും എല്ലാ കാര്യങ്ങളിലും നന്മയിലേക്ക് സഞ്ചരിക്കുന്ന, ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ മാതൃകാപരമായ ജീവിതം നയിച്ച ഈ സഹോദരൻ, കൂട്ടുകാർ ചോദിച്ചത് എങ്ങനെയാണ് ആ സഹോദരനിൽ അത്തരം നന്മ ഇല്ലാതിരിക്കുക? അതിനു മാത്രം മികച്ച രീതിയിലല്ലേ ആ രക്ഷിതാവ് ആ കുട്ടിയെ രൂപപ്പെടുത്തിയെടുത്തത്? ഒരു മഹാപണ്ഡിതനായ വ്യക്തി മതപഠനം നടത്തുന്ന, തന്റെ വിദ്യാർത്ഥികൾക്ക് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കലാലയത്തിൽ തൊഴിൽ ചെയ്യുന്നു. ആഴ്ചയിൽ ലഭിക്കുന്ന അവധി ദിവസങ്ങളിൽ മാത്രമാണ് വീട്ടിലേക്ക് വരിക, അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നും വരില്ല. അദ്ദേഹം ആലോചിക്കുന്നത്, എന്റെ അസാന്നിധ്യം കൊണ്ട് എന്റെ മുന്നിൽ പഠിക്കാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു കുറവും ഉണ്ടാകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ആഴ്ചയിൽ വ്യാഴാഴ്ച ലഭിക്കുന്ന അവധി ദിവസം മാത്രം വീട്ടിലേക്ക് വരും. പക്ഷെ ഒരു ദിവസം പതിവില്ലാതെ ഈ മഹാപണ്ഡിതൻ വീട്ടിലേക്ക് വരികയാണ്. ഒരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരു ദിവസം. വീട്ടുകാർ അത്ഭുതത്തോടു കൂടി നോക്കി, എന്തു പറ്റി ഇന്ന്? സാധാരണ വരാറില്ലല്ലോ. അദ്ദേഹം വീട്ടിലേക്ക് സലാം ചൊല്ലി കടന്നു വന്ന് തന്റെ ഇളയ മകനെ വിളിക്കുകയാണ്. അബ്ദുറഹ്മാൻ, ഇന്ന് ഞാൻ വന്നത്, വാപ്പ വന്നത് ചില ലക്ഷ്യങ്ങളോടെയാണ്. നിനക്ക് ചില സമ്മാനമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ അടുത്തു വാ എന്ന് വിളിച്ചിട്ട് ഇളയ പുത്രനെ താലോലിച്ച് അവനെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞൊരു കാര്യം, മകനെ, ഞാൻ ഇന്ന് വന്നത് നിനക്ക് ഇന്ന് 7 വയസ്സായ ദിവസമാണ്. നിനക്ക് 7 വയസ്സായ ദിവസം
നിനക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ ഇന്നു മുതൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ ആ കൊച്ചു ബാലന്റെ മനസ്സിലേക്ക് നൽകാൻ ഈ പണ്ഡിതൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായത് എന്നാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ബോധം എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വന്നിരുന്നു? അത് പോകട്ടെ, 7, 8, 9 വയസ്സാകുന്ന കാലങ്ങളിൽ പോലും ആ കുട്ടിയിൽ നൽകേണ്ട മൂല്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിൽ ഒരു പിതാവ് എന്ന അർത്ഥത്തിൽ, ഒരു മാതാവ് എന്ന അർത്ഥത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിരുന്നു. അങ്ങനെയൊന്നും നിർവഹിക്കാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയിലെ കുറവുകളെ കുറിച്ച് പറയാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത് എന്ന് ഞാൻ നിങ്ങളുടെ മനസ്സുകളോട് ചോദിക്കുന്നു. നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള ചില പുനരാലോചനകളെങ്കിലും ഈ വേദിയിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 7, 8 വയസ്സുള്ള കുട്ടി രാവിലെ സുബഹി നിസ്കരിക്കാൻ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം വീട്ടിൽ ഉറങ്ങുന്നുണ്ടാകാം. സുബഹി ഖളാ ആകുന്നതിന് മുമ്പ് ആ കുട്ടിയെ വിളിച്ചുണർത്തേണ്ടതുണ്ട് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ധാരണയും ഉണ്ടാകാം. ആ സമയം ആ ഇളം പൈതലിന്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹാധികം കൊണ്ട് നിങ്ങൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇപ്പോൾ വിളിച്ചുണർത്തുന്നത് ഒരു തെറ്റല്ലേ, അത് ക്രൂരതയല്ലേ, അത് സ്നേഹശൂന്യതയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ കുട്ടിയോട് ചെയ്യുന്നത് ക്രൂരതയാണ്. ആ കുട്ടിയിൽ നൽകേണ്ട ഒരു പരിശീലനത്തിന്റെ ഘട്ടത്തിൽ അത് ആ കുട്ടിക്ക് നിങ്ങൾ നിഷേധിച്ചു എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബ സംവിധാനത്തെക്കുറിച്ചുള്ള കൃത്യമായ പുനരാലോചനകളാണ് ന്യൂ ജനറേഷനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കടന്നു വരേണ്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ സംവിധാനത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ച ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ചുറ്റുപാടിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റിമോട്ട് പാരന്റിംഗ് എന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികളെ വളർത്തേണ്ട, നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാലത്ത് രക്ഷിതാക്കളുടെ അസാന്നിധ്യം മുഴച്ചു നിൽക്കുന്ന ഒരു നാട്, ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. പ്രവാസം എന്നത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിന് ഇത്രയധികം പുരോഗതി ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തം കുടുംബത്തെ വിട്ടുകൊണ്ടുപോയി തൊഴിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ നാടിന്റെ മുഖം മാറിയിട്ടുള്ളത്, പുരോഗതി ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ പ്രതിശീർഷ വരുമാനത്തിൽ വർധനവുണ്ടായിട്ടുള്ളത്, മികവുണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ പുരോഗതിയുടെ ഒരു ചിഹ്നം തന്നെയാണ്. അതേസമയം പ്രവാസം നമ്മുടെ സാമൂഹ്യ ഘടനയിൽ സമ്മാനിച്ചിട്ടുള്ള ഒരു അപകടവും കൂടിയുണ്ട്. ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ പ്രവാസത്തിന്റെ മികവിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റൂ. ആ അപകടം ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യത്തിൽ കൃത്യമായൊരു പിതാവിന്റെ സാന്നിധ്യമില്ലാതെ പോകുന്നു എന്നതാണ്. ഈ വിടവ് നികത്താനുള്ള ശക്തി നമ്മുടെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അവിടെയാണ് യഥാർത്ഥത്തിലെ സ്ത്രീ ശാക്തീകരണം നടക്കേണ്ടത്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഒരു സെക്യുലർ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സമൂഹത്തിൽ, ഒരു സെക്യുലർ കാഴ്ചപ്പാടിൽ, ഒരു ജനാധിപത്യ കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായ സംരംഭങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടാകാം. തീർച്ചയായും ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിലെ സ്ത്രീയുടെ ശക്തി ഏറ്റവും കൂടുതൽ പ്രയോഗിക്കേണ്ടത് ആ കുടുംബത്തിനകത്താണ്. ആ കുടുംബത്തിലെ കുട്ടികളെയും കുടുംബത്തിലെ വ്യത്യസ്തമായ സംരംഭങ്ങൾക്കും കൃത്യമായ നായകത്വം വഹിക്കാൻ കഴിയുന്നിടത്താണ് ഒരു സ്ത്രീ അവരുടെ ശക്തിയെ പ്രകടിപ്പിക്കേണ്ടത്. ഈ അർത്ഥത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നിടത്ത് നമ്മുടെ കുടുംബിനികൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യവും കൂടി വളരെ പ്രസക്തമാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ കുടുംബ സംവിധാനത്തെക്കുറിച്ചുള്ള കൃത്യമായ പുനരാലോചനകൾ ഇത്തരം വേദികളിൽ നടക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ പലപ്പോഴും നിർണ്ണയിക്കുന്നത് ലാഭകേന്ദ്രിതമായിട്ടുള്ളൊരു മനസ്സാണ്. കുടുംബ ബന്ധങ്ങളിൽ പോലും ഈ ലാഭത്തിന്റെ കണ്ണ് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ കുട്ടികൾ അവരെന്തു പഠിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്ത് നാം എന്ത് പരിഗണനയാണ് നൽകാറുള്ളത്? SSLC പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയമാണിത്. നാളെയും മറ്റന്നാളും ഒക്കെയായിട്ട് നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറി കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി അവരുടെ ഫോം ഫിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി അവരുടെ അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന സമയമാണ്. ഞാൻ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ ഹെൽപ്പ് ഡെസ്കിൽ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ കൊണ്ടുവരാറുള്ള അപേക്ഷകൾ പരിശോധിക്കാറുണ്ട്. പലപ്പോഴും ഒരു ജാള്യതയാണ് അനുഭവപ്പെടാറുള്ളത്. ഏത് കുട്ടിയുടെയും പരിഗണനയിൽ പ്രയോറിറ്റി നൽകുന്നതിൽ സയൻസ്, അത് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ്, അതുമില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നൊരു ഗണന കാണാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടു വന്നതെന്ന്.
നിങ്ങളുടെ കുട്ടി എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നതിൽ ഞാൻ ഇടപെടുന്നില്ല. നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചിയും നിങ്ങളുടെ താല്പര്യവും അതിനേക്കാളേറെ നിങ്ങളുടെ കുട്ടിയുടെ മാനസികമായ കഴിവും ബൗദ്ധികമായ കഴിവും ആ കുട്ടിയുടെ അഭിരുചിയും ഇത് ചേർത്ത് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ എന്റെ കുട്ടി സയൻസ് പഠിക്കണം എന്ന് തീരുമാനിക്കുന്ന മനോഘടനയെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു സാമൂഹ്യ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അതെന്താണ്? നമ്മൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്റെ കുട്ടി ഒരു ഡോക്ടറാകണം, എന്റെ കുട്ടി ഒരു എഞ്ചിനീയർ ആകണം എന്ന് അറിയാതെ നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം കുട്ടികളോട് ചോദിച്ചു നോക്കൂ. പലപ്പോഴും ഞാൻ സയൻസ് തിരഞ്ഞെടുക്കുന്ന കുട്ടികളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ സയൻസ് തിരഞ്ഞെടുത്തത്? അവർ പറയും, എന്റെ സ്വപ്നം ഇതാണ്, എനിക്കൊരു ഉയർന്ന തൊഴിൽ മേഖലയിലേക്ക് എത്തണം, എനിക്കൊരു ഡോക്ടറാകണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരിഹാസ്യത ഈ സമയത്ത് അനുഭവപ്പെടുന്നത്, കെമിസ്ട്രിയിലും ഫിസിക്സിലും ബിയും സിയും C+ഉം വാങ്ങിയിട്ടുള്ളവനാണ് സയൻസ് ഗ്രൂപ്പ് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നല്ല കുട്ടികളും രക്ഷിതാക്കളും ഇത് തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. പകരം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു വഴി, ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കാവുന്ന ഒരു വഴി, ഏറ്റവും കൂടുതൽ കമ്പോളത്തിൽ മൂല്യമുള്ളത് എന്താണ് എന്നറിയാതെ നമ്മുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ബുദ്ധിയില്ലെങ്കിൽ പണം കൊടുത്തെങ്കിലും നമ്മൾ MBBS വാങ്ങും. പണം കൊടുത്ത് 60, 70, 80 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് MBBS വാങ്ങുന്ന ഒരു രക്ഷിതാവ് ആ കുട്ടി പഠിച്ച് ഡോക്ടറായി തിരിച്ചു വന്നു എന്ന് സങ്കല്പിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അവരുടെ സംഭാവന? ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഞാൻ ഈ സമൂഹത്തെ ഒന്ന് സേവിച്ചു കളയാം എന്നതാണോ? ആ രക്ഷിതാവിന്റെ മനസ്സിലുള്ളത് ഈ നാടിനെ സേവിക്കുന്ന ഒരു നല്ല ഡോക്ടർ ഉണ്ടാകട്ടെ എന്ന സങ്കല്പമാണോ? ഒട്ടുമല്ല എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും തിരിച്ചറിയുന്ന കാര്യമാണ്. പകരം എന്റെ ഡോക്ടറായ മകനിലൂടെ അവന്റെ കമ്പോള മൂല്യം വർദ്ധിക്കുന്നു, അവൻ മികച്ച ലാഭമുണ്ടാക്കുന്നവനാകുന്നു, ഏറ്റവും ചുരുങ്ങിയത് വിവാഹ കമ്പോളത്തിലെങ്കിലും അവന്റെ മാർക്കറ്റ് വർദ്ധിക്കുന്നു എന്ന ചിന്ത അറിയാതെ ഒരു രക്ഷിതാവിന്റെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നിങ്ങൾ സമ്മതിക്കാൻ മടിക്കുന്ന കാര്യമായിരിക്കാം. നമ്മുടെ മനോഘടന ആ രീതിയിൽ പരുവപ്പെട്ടു വന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ ഡോക്ടർ നമ്മെ ഏത് അർത്ഥത്തിലാണ് കാണുന്നത്? രോഗിയായി ചെല്ലുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ട രോഗി, കഷ്ടപ്പെടുന്നവൻ എന്ന മനസ്സാണോ അവന്റെ ഉള്ളിൽ രൂപപ്പെടുന്നത്? അല്ല, ഒരൊന്നാം തരം ഉൽപ്പന്നം. ഈ വസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന ചിന്തയല്ലേ ഒരു ഡോക്ടറുടെ ഉള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലൊന്നും ഇത്രയധികം ബ്രാൻഡ് മരുന്നുകൾ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. ഞാൻ പറയുന്നത്, ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിൽ വളരെ കുറഞ്ഞ ബ്രാൻഡുകൾ മരുന്നുകൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ ആയിരക്കണക്കിന് ബ്രാൻഡ് മരുന്നുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് ഇത്രയധികം മരുന്നുകൾ നമ്മുടെ രാജ്യത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ഈ മരുന്ന് കച്ചവടം എന്തുകൊണ്ട് വളരെ കൂടുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു? ആതുര സേവനം എന്നത് ആതുര വ്യവസായം എന്നതിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്ന് എഴുതി തരും. നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ പോലും ICUവിൽ കിടക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. നിങ്ങൾക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയക്ക് നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ലബോറട്ടറി പരിശോധനകൾ നിർദ്ദേശിക്കും. എങ്കിലേ തന്റെ കീശക്ക് വണ്ണം വെക്കൂ എന്ന് തിരിച്ചറിയുന്നവരാണ് ഒരു ഡോക്ടർ. ഞാൻ ഡോക്ടർമാരെ ആക്ഷേപിക്കുകയല്ല, മനുഷ്യപ്പറ്റുള്ള ധാരാളം ആളുകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ആതുര സേവന രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടത്തെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഡോക്ടർമാരെ കുറ്റപ്പെടുത്താൻ നമുക്ക് വയ്യ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഞാൻ നിന്ന് പറയുന്നത്. ഏത് മരുന്ന് വേണമെന്ന് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്കറിയില്ല, എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഈ പരിശോധന വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഈ അറിവില്ലായ്മയെയും നമ്മുടെ ഈ അജ്ഞതയുമാണ് കൃത്യമായി നമ്മുടെ നാട്ടിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഡോക്ടർമാർ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഡോക്ടർമാരെ നിർമ്മിക്കുന്ന കച്ചവടത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി, ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ നാട്ടിൽ കൃത്യമായി നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉൽപ്പന്നമായി രൂപപ്പെട്ടു വരുന്നിടത്ത് ഒരിക്കലും മനുഷ്യപ്പറ്റുള്ള ഒരു ഉദ്യോഗസ്ഥൻ, മനുഷ്യപ്പറ്റുള്ള ഒരു ഡോക്ടർ, മനുഷ്യപ്പറ്റുള്ള ഒരു എഞ്ചിനീയർ, മനുഷ്യപ്പറ്റുള്ള ഒരു അധ്യാപകൻ രൂപപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. ഞാൻ പറയുന്നതിന്റെ കുറവ് ഒരു ഡോക്ടറിൽ മാത്രം നിങ്ങൾ കാണേണ്ടതില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥരിൽ പരിശോധിച്ചു നോക്കൂ. അധ്യാപകരിൽ പോലും മികച്ച സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കേണ്ട അധ്യാപകരുടെ മനസ്സിൽ പോലും ലാഭത്തിന്റെ കൊതി കയറുന്നു എന്ന് പറയുന്നത് നാം പുലർത്തിക്കൊണ്ടിരിക്കുന്ന, നാം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള, നാം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയുടെ അപകടമാണ്. സ്വാഭാവികമായും നമ്മുടെ ബന്ധങ്ങളിലും ഈ ഒരു ലാഭത്തിന്റെ മനസ്സ്
നാം എന്റെ അയൽവാസിയുമായുള്ള ബന്ധങ്ങളിൽ എനിക്ക് ലാഭമുണ്ടായില്ലെങ്കിലും നഷ്ടമെങ്കിലും ഉണ്ടാകരുത് എന്ന നിർബന്ധം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയുക. തീർച്ചയായും നമ്മുടെ കുടുംബ സംവിധാനത്തിൽ കൃത്യമായ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ഒരു കുടുംബഘടന നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. നമ്മുടെ പുതുതലമുറയുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന സാമൂഹിക ഘടനയെ നാം പരിശോധിക്കുക. സമൂഹത്തിൽ വളർന്നു വരുന്ന തിന്മകൾ, അതിനോട് സമൂഹത്തിന്റെ മനോഭാവം എന്താണ്? നാട്ടിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, തിന്മ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്സംഗമായി നോക്കി നിൽക്കുക എന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ലഹരിയുടെ വ്യാപനം ഉണ്ടാകുമ്പോൾ പുതിയ കാലല്ലേ, കുറച്ചൊക്കെ ഉണ്ടാകും. കൊലപാതകങ്ങളും വൃത്തികേടുകളും ലൈംഗിക അരാജകത്വം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ കാലല്ലേ, കുറച്ചൊക്കെ ഉണ്ടാകും. ഇതൊരു നിസ്സംഗമായ മനസ്സിന്റെ ഉത്തരവാണ്. ഈ ഉത്തരം പറയേണ്ടവരാണോ നമ്മള്? ഒരു സമൂഹം എന്ന അർത്ഥത്തിൽ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ട സാമൂഹ്യ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമൂഹ്യ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അൽ അംറു ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ എന്ന ആശയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരു ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതിയിൽ തിന്മയോട് നിസ്സംഗമായ നോക്കി നിൽക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നന്മ കൽപ്പിക്കപ്പെടുകയും തിന്മ വിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെയാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതിനെതിരായ ഒരു സങ്കല്പം രൂപപ്പെട്ടു വരുന്നിടത്ത് തീർച്ചയായും അപകടങ്ങൾ ഉണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തെ കിറാമിന്റെ സാന്നിധ്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ അൻതും ഇദാ തഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും വതറക്തും ജിഹാദുകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയിരിക്കും നിങ്ങളുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ വഴികേടിലാകുന്ന കാലത്ത്, നിങ്ങളുടെ സമൂഹത്തിലെ സ്ത്രീകൾ അബദ്ധസഞ്ചാരം നടത്തുന്ന കാലത്ത്, നിങ്ങൾ നിങ്ങളുടെ ധർമ്മസമരം ഉപേക്ഷിക്കുന്ന സന്ദർഭം എങ്ങനെയിരിക്കുമെന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നു. സ്വഹാബത്തെ കിറാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹിയുടെ സാന്നിധ്യത്തിൽ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, അത് സാധ്യമാണോ റസൂലേ? അങ്ങനെ സംഭവ്യമാണോ റസൂലേ? ഒരു സമൂഹത്തിലെ സ്ത്രീകൾ വഴികേടിലാകുന്ന കാലഘട്ടത്തിൽ, യുവാക്കൾ വഴികേടിലാകുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ ശബ്ദിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, അത് സംഭവിക്കുമോ റസൂലേ? റസൂലുള്ളാഹി പറഞ്ഞത് അതിനപ്പുറവും സംഭവിക്കും, അതിനേക്കാൾ ശക്തമായതും സംഭവിക്കും. എന്ത്? നന്മയെ തിന്മയായി വ്യാഖ്യാനിക്കുകയും തിന്മയെ നന്മയായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. നന്മ തിന്മയായും തിന്മ നന്മയായും വ്യാഖ്യാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളെ സമകാലിക ലോകത്തിരുന്ന് നാം പരിശോധിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കേണ്ട പല നന്മയുടെയും സന്ദർഭങ്ങളെ നാം അത് പഴഞ്ചൻ രീതികളായും അത് കാലഗതി പ്രാപിച്ചിട്ടുള്ള കാര്യങ്ങളായും വിലയിരുത്താറുണ്ടോ? മൂല്യങ്ങളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും സംസാരിക്കുന്നത് അത് പഴഞ്ചൻ ആശയങ്ങളായി നമ്മുടെ മനസ്സുകൾ പറയാറുണ്ടോ? നന്മയെ തിന്മയായി അവതരിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ടോ? തെറ്റായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പുതിയ കാലത്തിന്റെ സ്വഭാവങ്ങളല്ലേ എന്ന് പറഞ്ഞ് നാം നിസ്സാരവൽക്കരിക്കാറുണ്ടോ? ഈ കാലത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചന തന്നെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ടുള്ളത്? ഞാൻ പറയുന്നത് നമ്മുടെ സാമൂഹികമായ ദൗത്യത്തെക്കുറിച്ചാണ്. സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ കൈകെട്ടി നോക്കി നിൽക്കാനുള്ള അവകാശം നമുക്കില്ല. പ്രായോഗികമായ പ്രതിരോധത്തിന്റെ വ്യത്യസ്തമായ രീതികളെക്കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ഉത്തരവാദിത്വത്തെ, സാമൂഹികമായ ദൗത്യത്തെ നിർവഹിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഞാൻ സൂചിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ, സമൂഹം, കുടുംബം, ഈ സംവിധാനത്തെക്കുറിച്ചുള്ള കൃത്യമായ പുനരാലോചനയ്ക്ക് ശേഷമാണ് നാം പുതുതലമുറയെക്കുറിച്ച് ആലോചിക്കേണ്ടത്, ന്യൂ ജനറേഷന്റെ കുറവുകളെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു, പുതുതലമുറയിൽ ചില കുറവുകൾ ഉണ്ട്. പക്ഷേ ഞാൻ ആ കുറവുകൾക്ക് മുമ്പ് അവരിലെ ചില നന്മകളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പുതുതലമുറ, ന്യൂ ജനറേഷൻ പൂർണ്ണമായി അബദ്ധസഞ്ചാരത്തിലാണ്, വൃത്തികേടിലാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പലപ്പോഴും അവരിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ധാരാളം നന്മകളുണ്ട്. ആ നന്മകളെ തിരിച്ചറിയാനും അവ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിക്കണം. മനുഷ്യപ്പറ്റുള്ള ചെറുപ്പക്കാരെ കുറിച്ച് നാം നിരന്തരമായി പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഫീച്ചറുകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും പണം സമാഹരിച്ച് ദരിദ്രന് കൈമാറുന്ന ചെറുപ്പക്കാരുടെ വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. താമസിക്കാൻ വീടില്ലാത്ത സഹപാഠിക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾ, 8ലും 10ലും പഠിക്കുന്ന കുട്ടികൾ പണം സമാഹരിച്ച് തന്റെ കൂടെ പഠിക്കുന്നവന്, കൂടെ ബെഞ്ചിൽ നിന്ന് പഠിക്കുന്നവന് വീട് വെക്കാൻ സഹായം നൽകുന്ന കുട്ടികളുടെ മനസ്സിനെ നിങ്ങൾക്ക് ചെറുതായി കാണാൻ സാധിക്കുമോ? അടുത്ത ദിവസം ഒരു മെഡിക്കൽ കോളേജ് പരിസരത്തിൽ നിന്ന്
ഓട്ടോറിക്ഷ വിളിച്ച് ഒരാശുപത്രിയിലേക്ക് പോയ ഒരു യാത്രക്കാരൻ പങ്കുവച്ചൊരു അനുഭവം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഓട്ടോറിക്ഷ വിളിച്ച് പോയി. പതിവ് പോലെ തൊട്ടടുത്ത ടൗണിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഗേറ്റിന് മുന്നിൽ ഓട്ടോ നിർത്തിയപ്പോ യാത്രക്കാരൻ ചോദിച്ചു, എത്രയാ കൂലി വേണ്ടത്? പതിവ് പോലെ. പക്ഷേ ഈ ഡ്രൈവർ ഒരു പുഞ്ചിരിയാണ് തിരിച്ച് സമ്മാനമായിട്ട് പറഞ്ഞത്. നിങ്ങൾ എന്ത് തരണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. ഞാൻ എത്രയാണ് ഓട്ടോയുടെ കൂലി എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് തരാം. പക്ഷെ എന്റെ കയ്യിൽ തരേണ്ടതില്ല. നിങ്ങളുടെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ ബോക്സ് ഒന്ന് പരിശോധിച്ചു, അതിലൊന്ന് നിക്ഷേപിച്ചാൽ മതി. യാത്രക്കാരൻ അപ്പോഴാ ബോക്സ് ശ്രദ്ധിച്ചത്. അതിൽ എഴുതി വെച്ചത്, നിങ്ങളുടെ ഓട്ടോ കൂലി ഇഷ്ടമുള്ള തുക ഈ ബോക്സിൽ നിക്ഷേപിക്കുക. ഇത് ഈ ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കുള്ളതാണ്. ഒരു ദിവസത്തെ കാര്യമല്ല ആ ഡോക്ടർ നിർവഹിക്കുന്നത്. എന്നും ആ ആശുപത്രിയിലേക്ക് ഓട്ടോ വിളിക്കുന്ന യാത്രക്കാർക്കുള്ള ഒരു ആനുകൂല്യമാണിത്. ഇദ്ദേഹം ഓട്ടോറിക്ഷയിൽ നിന്ന് അത്ഭുതത്തോടു കൂടി ഇറങ്ങി. അപ്പൊ തൊട്ടു പിറകിൽ ഒരു വാഹനം വന്ന് ഗേറ്റിന് ചെറിയൊരു തടസ്സം നേരിട്ടിട്ടുണ്ട്, ഗതാഗതത്തിന് ചെറിയൊരു തടസ്സം നേരിട്ടിട്ടുണ്ട്. ഗേറ്റ് കീപ്പർ ഇറങ്ങി വന്നിട്ട് ഓട്ടോറിക്ഷക്കാരനോട് അല്പം ക്രുദ്ധമായ മുഖഭാവത്തോടു കൂടി വന്നിട്ട് ചോദിക്കുകയാണ്. പക്ഷേ ഡ്രൈവറെ കണ്ടപ്പോ ഗേറ്റ് കീപ്പറുടെ മുഖഭാവമൊക്കെ ഒന്ന് മാറിയിട്ട്, ഓ സാറായിരുന്നല്ലേ എന്നാണ് ചോദ്യം. യാത്രക്കാരൻ ഒന്നുകൂടി അത്ഭുതപ്പെട്ടു. ഒരു ഓട്ടോ ഡ്രൈവർ സാറേ എന്ന് വിളിക്കണമെങ്കിൽ ഇയാളിൽ എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ. ഡ്രൈവർ തിരിച്ചുപോയി, ഓട്ടോറിക്ഷയും കൊണ്ട് സ്റ്റാൻഡിലേക്ക് തിരിച്ചുപോയി. യാത്രക്കാരൻ ഗേറ്റ് കീപ്പർ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിപ്പോ രണ്ടാമതാണ് അത്ഭുതപ്പെടുന്നത്. ഒന്ന്, ഈ ഡ്രൈവർ എന്റെ പണം ചോദിച്ചപ്പോ പാവപ്പെട്ടവരെ സഹായിക്കാനാണ് ആവശ്യപ്പെട്ടത്. രണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തെ സാറേ എന്നാ വിളിച്ചത്. ആരാണ് ഇയാളെന്ന് ചോദിച്ചപ്പോ, ഓ അയാളെ നിങ്ങൾക്ക് അറിയില്ലേ? ആ ചെറുപ്പക്കാരൻ ഈ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയാണ്. ഇവിടെ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷെ ദരിദ്രനാണ്, കഷ്ടപ്പെടുന്നവനാണ്. കഷ്ടപ്പാട് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് പഠനം പ്രയാസത്തോടു കൂടി നീങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് കൂടെയുള്ള ഡോക്ടർമാര്, സഹപാഠികളും അതുപോലെ ഡോക്ടർമാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വാഹനം വാങ്ങിച്ചു കൊടുത്തു. വാഹനം വാങ്ങിച്ചു കൊടുത്തപ്പോ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞത്, എനിക്കിപ്പോ നിങ്ങളൊരു സഹായം ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഈ സമൂഹത്തെ സേവിക്കും? ഞാൻ ഡോക്ടറായി തിരിച്ചു വന്ന ശേഷം ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാം, പക്ഷെ എനിക്കത് പോരാ. എനിക്ക് അതിനു മുമ്പ് സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഈ ആശുപത്രിയിലേക്ക് ആരെന്റെ ഓട്ടോറിക്ഷ വിളിച്ചാലും അതിന്റെ കൂലി ഞാൻ എന്റെ കൈവശപ്പെടുത്തില്ല. അത് ഞാൻ ഈ രോഗികൾക്ക്, ഈ ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കും. ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പക്കാർക്കിടയിൽ നന്മയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മികച്ച ധാരാളം ഉദാഹരണങ്ങൾ. കഴിഞ്ഞ പാലിയേറ്റീവ് ദിനത്തില് ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് പാലിയേറ്റീവ് ദിനത്തിന്റെ തലേ ദിവസം കഷ്ടപ്പെടുന്ന രോഗികളെ കുറിച്ച് ക്ലാസ് റൂമിൽ പറഞ്ഞു. നിങ്ങളിങ്ങനെ വളരെ സ്വസ്ഥമായി സമയത്തെക്കുറിച്ച്, നഷ്ടപ്പെടുന്ന സമയത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ തിരക്ക് പിടിച്ചതാണ് നമ്മുടെ ജീവിതം. 24 മണിക്കൂർ പോരാ എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ഈ സമയമൊന്ന് പൊയ്ക്കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന, നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുള്ള രോഗിയെ നിങ്ങൾ സങ്കല്പിക്കൂ. ഒരു ക്യാൻസർ രോഗിയെ നിങ്ങൾ സങ്കല്പിക്കൂ. വേദന തിന്നുകൊണ്ട് വീട്ടിൽ കിടക്കുന്ന, മച്ചിലേക്ക് നോക്കിയിരിക്കുന്ന രോഗിയെ നിങ്ങൾ സങ്കല്പിക്കൂ. ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞപ്പോ അവർ വളരെ താല്പര്യപൂർവ്വം കാര്യങ്ങളെ കേട്ടു. എന്നിട്ട് ചോദിച്ചു, സാറേ ഞങ്ങൾ എന്താ ചെയ്യണം, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്തരം രോഗികളുണ്ടെങ്കിൽ സന്ദർശിക്കണം, അവർക്ക് ആവശ്യമായ ശുശ്രൂഷ നൽകണം, അവരെ പരിരക്ഷിക്കണം. അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് നല്ല വാക്കുകൊണ്ടുള്ള ഒരു സാന്ത്വനം സ്പർശമെങ്കിലും നിങ്ങളിൽ നിന്നുണ്ടാകണം. തൊട്ടടുത്ത് ധാരാളം പാലിയേറ്റീവ് ക്ലിനിക്കുകൾ ഉണ്ടാകാം, അവർക്കുള്ള സാമ്പത്തിക സഹായമൊക്കെ ചെയ്യണം. അപ്പൊ കുട്ടികൾ അടുത്ത് ചോദിച്ചത്, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ പാലിയേറ്റീവ് ദിനാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ നിങ്ങൾ ചെയ്തോളൂ. പിറ്റേ ദിവസം അത്ഭുതപ്പെടുത്തിയത്, ഞാൻ പരിസരത്ത് ഒരു പാലിയേറ്റീവ് ക്ലിനിക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം നൽകാൻ പറ്റുമെങ്കിൽ ചെയ്യണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞത്. 3 പാലിയേറ്റീവ് സെന്ററുകളിൽ ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ആവശ്യമായ പണം സമാഹരിച്ചുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മാത്രം കുട്ടികൾ, +1, +2 ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ മാത്രം അവരാവശ്യപ്പെട്ടു, നേരം വെളുത്ത ഫസ്റ്റ് പീരീഡ് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സമയം തരണം, ഞങ്ങള് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാം. കുട്ടികൾ 10 മിനിറ്റ് സമയം കൊണ്ട് അവർ വലിയൊരു തുക സമാഹരിച്ചുകൊണ്ട് പാലിയേറ്റീവ് സെന്ററുകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്റെ പരിസരത്തെ 3 പാലിയേറ്റീവ് സെന്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ആ കുട്ടികൾ സമാഹരിച്ചു നൽകി. ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾക്കിടയിൽ നന്മ പറ്റിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിലൊരു രക്ഷിതാവ് ടെലിഫോൺ ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. രക്ഷിതാവ് വിളിച്ചു ചോദിച്ചു, വിദേശത്ത് ജോലി ചെയ്യുന്ന രക്ഷിതാവാണ്. അപ്പൊ അയാൾ പറഞ്ഞത്, എന്റെ മകൻ വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള ഒരു വീൽ ചെയർ ഉണ്ട്, അത്യാവശ്യം മുന്തിയ വീൽ ചെയറാണ്, നല്ലൊരു പണം ചെലവഴിച്ചിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ്, ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉദ്ദേശിച്ച് വാങ്ങി വെച്ചതാണ്. കുട്ടി പറയുന്നത് സ്കൂളിലേക്ക് കൊണ്ടുപോകണം, അടുത്ത പാലിയേറ്റീവ് സെന്ററിലേക്ക് കൊടുക്കണമെന്നാണ് ആ കുട്ടി ആവശ്യപ്പെടുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ഒരു പ്രൈമറി ക്ലാസ്സുകാരനാണ് നമുക്ക് മനസ്സിലാക്കാം ഒരു കൊച്ചുകുട്ടിയുടെ വാശിയെന്ന്. പക്ഷെ ഒരു +1 വിദ്യാർത്ഥിക്ക് ഈ വാശി ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവന്റെ കരുണ വറ്റാത്ത മനസ്സിന്റെ ലക്ഷണം തന്നെ അല്ലേ? ഇത്തരത്തിലുള്ള ധാരാളം നന്മകൾ നമ്മുടെ കുട്ടികൾക്കിടയിലുണ്ട്, ചെറുപ്പക്കാർക്കിടയിലുണ്ട്, ന്യൂ ജനറേഷനിടയിലുണ്ട്. തിരിച്ചറിയുകയും
പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നവമാധ്യമങ്ങളെ കുറിച്ചാണ് പിന്നെ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. ഫേസ്ബുക്കിനെ കുറിച്ചും വാട്സപ്പിനെ കുറിച്ചും. അതൊരു പാപമാണ് എന്നാണ് നമ്മൾ കരുതാറുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു പാപം മാത്രമായിട്ടാണോ നമ്മൾ കരുതേണ്ടത്? വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സമൂഹത്തിന്റെ മുഖച്ഛായ മാറ്റാൻ സാധിക്കും എന്ന് നമ്മുടെ പുതുതലമുറ തെളിയിച്ചിട്ടില്ലേ? മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവെച്ചിട്ടുള്ള എത്രയധികം വാർത്തകളാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ പുതിയ തലമുറക്ക് അവരുപയോഗിക്കുന്ന മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്? രാഷ്ട്രീയ രംഗത്ത് എത്ര വലിയ മാറ്റങ്ങളാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും അഴിമതിക്കെതിരെ ധീരമായ സമരത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാനും മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് വരാനും നവമാധ്യമങ്ങൾക്കും അവയെ പ്രതിനിധീകരിക്കുന്ന പുതുതലമുറക്കും ന്യൂ ജനറേഷനും സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വർഗീയതക്കെതിരെയുള്ള ധീരമായ പോരാട്ടം, മാധ്യമങ്ങൾ മറച്ചുവെച്ച കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നിടത്ത് എല്ലായിടത്തും ഈ പുതുമാധ്യമങ്ങൾക്ക് ധാരാളം സാധ്യതകളുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ 2-3-4 ദിവസമായി നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പെരുമ്പാവൂരിലെ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്ത് പ്രബുദ്ധ കേരളത്തിൽ ഒരു പെൺകുട്ടി അതിദയനീയമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ എന്തേ നമ്മുടെ മാധ്യമങ്ങൾ മൗനം പാലിച്ചു? ഇന്നിപ്പോ നമ്മുടെ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് മുഴുവൻ പത്രങ്ങളുടെയും തലവാചകത്തിൽ ആദ്യ പേജ് ഇന്ന് പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത് ജിഷ എന്ന പെൺകുട്ടിയുടെ കാര്യമാണ്. പക്ഷേ കൊലപാതകം നടന്നിട്ട് ദിവസങ്ങളായി. 10 ദിവസം മുമ്പ് നടന്ന കൊലപാതകം അത് പുറത്തേക്ക് കൊണ്ടുവരാൻ എത്ര ദിവസം വേണ്ടി വന്നു? ഒരു വ്യാഴാഴ്ച നടന്ന കൊലപാതകത്തിന്റെ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രധാന വാർത്തയായി സ്വീകരിക്കുന്ന ദിവസങ്ങൾക്ക് ശേഷമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നായകന്മാർക്ക് കണ്ണു തുറന്നത് അപ്പോഴാണ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി തെരുവിലിറക്കാൻ വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്ക് സ്ത്രീ വിമോചക പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ്. എവിടെയായിരുന്നു ഇവരെല്ലാം? നമ്മുടെ തലസ്ഥാനത്ത് ഡൽഹി നഗരത്തിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ രാജ്യം കത്തിയാളിയെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നിർഭയ എന്ന് നാം പേരിട്ടിട്ടുള്ള ആ പെൺകുട്ടി ക്രൂരമായൊരു കൊലപാതകം തന്നെ. ഞാൻ അതിനെ വില കുറച്ച് കാണിക്കുകയല്ല. അതിന്റെ പ്രതിഷേധങ്ങൾ ഉയരേണ്ടത് തന്നെയാണ്. പക്ഷേ അതേക്കാൾ ഭീകരമായ രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ദളിതയായിട്ടുള്ള പെൺകുട്ടി, ഒരു നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടപ്പോൾ എന്തേ നമ്മൾ മൗനം പാലിച്ചു എന്ന ചോദ്യം നമ്മളിൽ നിന്ന് ഉയർന്നു വരേണ്ടതില്ലേ? മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടത് മറച്ചുവെച്ചു? ഈ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് അതൊരു നിസ്സാരവൽക്കരിച്ച പ്രശ്നമായി കണ്ടു? എന്തുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഞാൻ അതിന്റെ ഒരു രാഷ്ട്രീയത്തെയും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ കുറ്റവാളികളുടെ കളത്തിലാണുള്ളത്. എന്തേ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് അവർ മുന്നോട്ട് വന്നില്ല? ഇപ്പോൾ നിരനിരയായി വീട് സന്ദർശിക്കുകയാണ്. ജിഷയ്ക്ക് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങാനും ഒരു തെരഞ്ഞെടുപ്പ് കാലം അല്ലായിരുന്നുവെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിമാർക്കും നമ്മുടെ പ്രധാനമന്ത്രിമാർക്കും നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്നവർക്കും എല്ലാം ദുരന്തങ്ങളാകുന്നത്, കൊലപാതകങ്ങളാകുന്നത്. അപ്പോഴാണല്ലോ വെടിക്കെട്ട് അപകടങ്ങൾ കാണാൻ നിരനിരയായി നമ്മുടെ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും എല്ലാം രംഗത്ത് വന്നത്. ഇതെങ്ങാനും ഒരു തെരഞ്ഞെടുപ്പ് കാലം അല്ലായിരുന്നുവെങ്കിൽ നോക്കാൻ ആകുമായിരുന്നു. നാം ഭയപ്പെടേണ്ടതുണ്ട്. ഈ കപടമായ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധം ഉണ്ടാകണം. ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. അതേസമയം കൃത്യമായ മൂല്യവത്തായ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംസ്കാരം എവിടെയൊക്കെയോ നമുക്ക് ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. പറഞ്ഞു വന്ന കാര്യം, ജിഷയുടെ കൊലപാതകം ഇപ്പോ വലിയ വാർത്തയായെങ്കിൽ പോലും അത് ഏറെക്കാലം, ഏറെ മണിക്കൂറുകൾ, ഏറെ ദിനങ്ങൾ മൂടിവെക്കപ്പെട്ട വാർത്തയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അത് മുഖ്യധാരയിലേക്കും പൊതുമാധ്യമങ്ങളിലേക്കും പൊതു ഇടങ്ങളിലേക്കും കടന്നു വന്നത്? ധീരരായ പുതുതലമുറയുടെ പ്രതിനിധികളുടെ സമരങ്ങളെ കൊണ്ട് തന്നെയാണ്, ഒട്ടും സംശയിക്കേണ്ടതില്ല. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും രൂപപ്പെടുത്തിയിട്ടുള്ള ആശയവിനിമയത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇപ്പോൾ അതൊരു വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ന്യൂ ജനറേഷനിൽ ധാരാളം നന്മകളുണ്ട്, അവരിൽ ധാരാളം ഗുണവിശേഷങ്ങളുണ്ട്. ആ ഗുണവിശേഷങ്ങളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം. അതില്ലാതെ പോകുന്നിടത്ത് ചില കുറവുകളുണ്ട്. നാം വെറും കുറ്റവാളികളായും കുറവിന്റെ ആളുകളായും മാത്രം പുതുതലമുറയെ കണ്ടുകൂടാ. അതേസമയം
എന്റെ പുതുതലമുറയിലെ പ്രതിനിധികളോട് എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നമുക്ക് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ സാധിക്കും. നമുക്ക് ഈ സമൂഹത്തെ തിരുത്താനുള്ള കരുത്തുണ്ട്. സമൂഹത്തിൽ അരുതായ്മകൾക്കെതിരെ പോരാടാനുള്ള കരുത്ത് നമുക്കുണ്ട്. പക്ഷേ ആ കരുത്ത് നാം പ്രയോഗിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില തിരുത്തുകൾ നടക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട തിരുത്തുകളെ കുറിച്ചാണ് എന്റെ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ, എന്റെ പുതുതലമുറയിലെ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നാം നമ്മുടെ ഉള്ളിൽ നടത്തേണ്ട തിരുത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വന്തം വ്യക്തിത്വത്തെ സംരക്ഷിക്കുക എന്നതാണ്. ആരെയെങ്കിലും അനുകരിക്കേണ്ടവനല്ല നമ്മൾ. ആരെങ്കിലും നിർണയിച്ചു നൽകുന്ന അജണ്ടക്കനുസരിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ. ആരോ വരച്ച കളത്തിനകത്ത് തുള്ളിച്ചാടേണ്ടവരല്ല നമ്മൾ. നമുക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വമുണ്ട്, സ്വതന്ത്രമായ ഒരു വ്യക്തിത്വമുണ്ട്. അത് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മുടെ വസ്ത്രം രൂപപ്പെടുത്തേണ്ടത് ഒരു താരസുന്ദരിയുമല്ല, ഒരു സുന്ദരനുമല്ല. നമ്മുടെ വൈകിട്ടത്തെ പരിപാടി തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല എന്ന് വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന താരങ്ങളുടെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അവരാണല്ലോ നമ്മുടെ വൈകിട്ടത്തെ പരിപാടി തീരുമാനിക്കുന്നത്. എല്ലാവിധ വൈകൃതങ്ങളിലേക്കും വൃത്തികേടിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ. ആ താരങ്ങൾക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷനുകൾ രൂപീകരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഇവരല്ല നമ്മുടെ അജണ്ട തീരുമാനിക്കേണ്ടത്. നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ അജണ്ട തീരുമാനിക്കാനുള്ള കരുത്തുണ്ട്. നാം എന്തുടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. എന്തുടുത്താൽ എന്താ എന്ന ചോദ്യം ഉണ്ടാകും. എന്തുമുടുക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഉത്തരം. വസ്ത്രമുടുക്കുക എന്നത് നാണം മറക്കാനുള്ളതല്ലേ എന്നാണ് ചോദ്യം. നാണം മറക്കാൻ മാത്രമുള്ളതല്ല എന്നാണ് ഉത്തരം. വസ്ത്രം നാണം മറക്കാൻ മാത്രമുള്ളതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. വസ്ത്രം എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. വസ്ത്രം എന്നത് നിങ്ങളുടെ മൂല്യവത്തായ ഒരു സംസ്കാരത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് ആഭാസകരമായ വസ്ത്രങ്ങളല്ല നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനു പകരം മാന്യമായ ഒരു വസ്ത്രസങ്കല്പത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അതാണ് നാം തീരുമാനിക്കേണ്ട ഒരു കാര്യം. ഭക്ഷണം നമ്മുടെ സംസ്കാരത്തിൽ വളരെ പ്രധാനമാണ്. ഒരു ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയണം. ആരോ പറഞ്ഞു തരുന്ന ഒരു ഭക്ഷ്യരീതിയിലേക്ക് പോവുക എന്നതല്ല നാം ചിന്തിക്കേണ്ട കാര്യം. ഭാഷ തിരഞ്ഞെടുക്കുന്നത് അതിസൂക്ഷ്മമായി തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാൻ നമുക്ക് അവകാശമുണ്ട് എന്നത് നമ്മുടെ തെറ്റുധാരണ മാത്രമാണ്. നാം പ്രയോഗിക്കുന്ന വാക്കുകളും നാം പ്രയോഗിക്കുന്ന ശബ്ദങ്ങളും അതിസൂക്ഷ്മമായും നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രകാശനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രയോഗിക്കാനുള്ള കരുത്താണ് എന്റെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത്. ഒരു ധാർമ്മികമായ പ്രതിരോധത്തിനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. നാം ജീവിക്കുന്നത് ഒരു കെട്ട കാലത്താണ്. ചുറ്റുപാടുകളിലും ധാരാളം തിന്മകളുണ്ട്, കുറവുകളുണ്ട്. അവയെ പ്രതിരോധിക്കാനുള്ള കരുത്താണ് യുവജന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ലഹരിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾ, ചെറുപ്പക്കാർ, നമുക്കിടയിൽ വൈവിധ്യമാർന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളുണ്ട്. വിവിധ പേരുകളിൽ, വിവിധ പൊതികളിൽ, വിവിധ രൂപങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ലഹരി പദാർത്ഥങ്ങൾ, കുട്ടികളിലേക്ക് പോലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾ ബോധവാന്മാരാണ്. അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ എന്റെ കൈ കൊണ്ട് അത് തൊടില്ല എന്ന് തീരുമാനിക്കാൻ എന്റെ ചെറുപ്പക്കാർക്ക് സാധിക്കണം. ഞാൻ അതിനെതിരെ ശക്തമായി സമരം ചെയ്യുന്നവനാകും എന്ന് തീരുമാനിക്കാൻ എന്റെ യുവതലമുറയിലെ പ്രതിനിധികൾക്ക് സാധിക്കണം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വഴിയിൽ നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ തിരുത്താനുണ്ടാകണം. ഈ രീതിയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയും അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അവരെ സുരക്ഷിതമാക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. വീടുകൾക്കകത്ത് പോലും നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നല്ലേ നമ്മോട് പുതിയ കാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പെരുമ്പാവൂർ എന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അധിക ദൂരമല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. നാം ഓരോരുത്തരും നന്നായി ആലോചിക്കേണ്ടതാണ് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ രാജ്യത്ത് എത്രയധികം ബലാത്സംഗ കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എത്രയധികം പീഡന കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 5-8 വർഷത്തിനിടയിൽ മാത്രം എത്രയധികം വർധനവാണ് ഈ രംഗത്തുണ്ടായിട്ടുള്ളത്. 2007 500 ചില്ലറ പീഡന കേസുകൾ, ബലാത്സംഗ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. 2015 എത്തിയപ്പോ അത് 1300 വർദ്ധിച്ചു വന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ കുതിച്ചുചാട്ടമാണ് നടക്കുന്നത്. ഈ അപകടകരമായ ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കാണാതായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മുടെ മുഖ്യമായൊരു വിഷയമാണ്. തട്ടിക്കൊണ്ടുപോയി പെടുന്ന സ്ത്രീകൾ നമ്മുടെ മുഖ്യമായൊരു വിഷയമാണ്.
സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ ആകണം എന്ന വാശി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത്. ഒരു സാമൂഹ്യ സുരക്ഷയെക്കുറിച്ചും അതിലൂടെ രൂപപ്പെടുത്തിയെടുക്കേണ്ട സുരക്ഷിതമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ടത്. അത്തരത്തിലുള്ള ഒരു സാമൂഹിക ഘടനയിലേക്ക് മാറാൻ നമുക്ക് കഴിയണം. ഏതു കാര്യങ്ങളെ പറയുമ്പോഴും ആധുനിക ലോകത്തെ പുരോഗതിയുടെ ഒരു ലോകത്തേക്ക് മാത്രം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ലോകത്തേക്ക് മാത്രം അമിതമായി നോക്കുക എന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു വൈകല്യമാണ്. പടിഞ്ഞാറ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് മികച്ച സംസ്കാരം എന്നത് നമ്മുടെ തെറ്റുധാരണയാണ്. പടിഞ്ഞാറ് ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം മികച്ച സംസ്കാരമല്ല. ഏത് കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഒരു വികസിത രാജ്യത്തിനുണ്ടാകുന്ന കാര്യങ്ങൾ അത് കണ്ടാൽ അതാണ് നമ്മൾ പകർത്തേണ്ടത് എന്നെല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വികസിത രാജ്യത്തുണ്ടാകുന്ന കാര്യങ്ങൾ സാംസ്കാരികമായി അധപ്പതനത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് വലിച്ചെറിയാനുള്ള തന്റേടാണ് നമുക്ക് വേണ്ടത്. സംസ്കാരം എന്നത് ഇറക്കുമതി ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ ആരിൽ നിന്നും കടമെടുക്കേണ്ട കാര്യമല്ല. നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു സാംസ്കാരികമായ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. പടിഞ്ഞാറ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സ്വതന്ത്ര ലൈംഗികതയുടെ കാര്യമാകാം, വൃത്തികെട്ട ലൈംഗികാചാരത്തിന്റെ കാര്യമാകാം, ഉഭയകക്ഷി സമ്മതത്തിന്റെ പേരിൽ ലൈംഗിക വീഴ്ചകളെ ന്യായീകരിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് സദാചാരത്തിന് അവർ നൽകുന്ന വിലയും മൂല്യവും മറ്റൊന്നായി മാറുന്നതിന്റെ അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അൾട്രാ സെക്യുലറിസം പലപ്പോഴും അപകടത്തിലേക്ക് നയിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, സാംസ്കാരികമായ കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ചിന്തയുണ്ടാകണം. മറ്റൊരു മേഖലയിൽ സാങ്കേതിക രംഗമാണ്. ഞാൻ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ഗുണവിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ മറുവശത്തെക്കുറിച്ചുള്ള കൃത്യമായ സാക്ഷരതാ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും തലങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ നടക്കേണ്ടതുണ്ട്. നാം ജീവിക്കുന്നത് ഒരു ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ള രാജ്യത്താണ്. ഇന്ത്യ രാജ്യത്ത് ദരിദ്രന്മാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. നമ്മുടെ കർഷകന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ മാന്യമായ വരുമാനം കിട്ടാതെ കഷ്ടപ്പെടുന്നവരാണ് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. അതേസമയം നമ്മുടെ മുന്നിൽ ഒരു തിളങ്ങുന്ന ഇന്ത്യയുണ്ട്, വിളങ്ങുന്ന ഇന്ത്യയുണ്ട്. ഈ തിളങ്ങുന്ന ഇന്ത്യയെ അവതരിപ്പിക്കാനാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താല്പര്യമുള്ളത്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള വികസനമാണ്. ഇന്ത്യ ഡിജിറ്റൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുള്ള, സൈബർ പോപ്പുലേഷനുള്ള മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് സൈബർ പോപ്പുലേഷന്റെ കാര്യത്തിൽ മൂന്നാമത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ഈ രംഗത്ത് മുന്നിലുള്ളത്. ദരിദ്രന്മാരുടെ രാജ്യമാണ് നമ്മൾ ഓർക്കുക, കട്ടപ്പെടുന്നതിന്റെ രാജ്യമാണെന്ന് ഓർക്കുക. പക്ഷേ നമുക്കിടയിൽ ആ സാങ്കേതിക വിനിമയ രംഗത്തുള്ള ധാരാളം വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതിയുടെ ഫലമായി നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവ നന്മയ്ക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് എന്ന ആലോചനയാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. അത് നിങ്ങളിലെ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നെപ്പോഴെങ്കിലും തിരിച്ചറിയുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകണം. ഈ മേഖലയെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിനോദ് ഭട്ടതിരി എന്ന് പറയുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ. കേരളത്തിലെ സൈബർ ക്രൈം രംഗത്ത്, സൈബർ രംഗത്തുള്ള കുറവുകളെ ഏറ്റവും നന്നായി പഠിക്കുകയും നമ്മുടെ സൈബർ പോലീസ് സംവിധാനം വരെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥനെയാണ്. അദ്ദേഹം വളരെ ആഴത്തിൽ ഈ പ്രശ്നത്തെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി റിസാല വാരിക നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ചിരുന്നു. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ എന്റെ മുന്നിൽ സമയമില്ല. നിങ്ങളിത് വായിക്കുക. എന്ത് അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്? പുതിയ കാലത്തെ സാങ്കേതിക സംവിധാനങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ, ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ നമുക്കുള്ള ഗുണങ്ങളെക്കാളേറെ സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ചുള്ള സൂചനകൾ അതിലുണ്ട്. നമുക്കിടയിൽ കുടുംബ സംവിധാനങ്ങളെ തകർക്കുന്നതിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായത് സൂചിപ്പിക്കുന്നുണ്ട്. സ്പർദ്ധയും അസഹിഷ്ണുതയും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒരു കാലത്ത് നമ്മുടെ നാടുകളിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടായാൽ അതൊരു ഗ്രാമത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ വർഗീയ സംഘർഷം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ സംഘർഷം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. അത് ആ നാടിന്റെ മാത്രം പ്രശ്നമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഗ്രാമത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഒരു തീപ്പൊരി മാറിയാൽ അത് ആ ഗ്രാമത്തിൽ ഒതുങ്ങുന്നില്ല. അത് പൊടിപ്പും തൊങ്കലും വെച്ച് അടുത്ത പ്രദേശങ്ങളിലേക്ക് നമ്മൾ വാട്സപ്പിലൂടെ സഹോദരങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. നിമിഷങ്ങളെ കൊണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുകയാണ്. അതിനെ അല്പം വർഗീയ വികാരമുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി എരിവ് ചേർത്തുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടി സമൂഹത്തിലേക്ക് എത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, വർഗീയ സംഘർഷങ്ങളും അസഹിഷ്ണുതയും വ്യാപിപ്പിക്കുന്നതിൽ നവമാധ്യമങ്ങളുടെ പങ്ക് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ?
എന്റെ സഹോദരങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്തരം സന്ദർഭങ്ങൾ ധാരാളമായി നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ടാകാം. എന്റെ ഒരു വാക്കുകൊണ്ട്, എന്റെ ഒരു പ്രയോഗം കൊണ്ട്, എന്റെ ഒരു വാട്സപ്പ് പോസ്റ്റ് കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും ജീവഹാനി സംഭവിക്കരുതെന്നല്ല, ഒരു വ്യക്തിയുടെ പോലും മാനം നശിപ്പിക്കാൻ, ഒരു വ്യക്തിക്ക് പോലും അപകീർത്തികരമായ ആശയം പങ്കുവെക്കാൻ, ഒരു സമൂഹത്തിലും മാനസികമായ അകൽച്ചയുണ്ടാക്കാൻ എന്റെ പ്രവർത്തനം കാരണമാകരുത് എന്ന് ചിന്തിക്കാൻ ചെറുപ്പക്കാർക്ക് സാധിക്കണം. നാം സമാധാനപൂർവമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. വർഗീയതയിലും സംഘർഷത്തിലും തീവ്രവാദത്തിലും അധിഷ്ഠിതമായ ജീവിതമല്ല നാം ആഗ്രഹിക്കുന്നത്. നാം ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആ സമാധാനത്തിന് ഭംഗം വരുന്ന ചെറിയൊരു നീക്കം പോലും എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ നെറ്റ് ഉപയോഗത്തിലൂടെ ഉണ്ടാകില്ല എന്ന് തീരുമാനിക്കാൻ എന്റെ പുതുതലമുറയിലെ ആളുകൾക്ക് സാധിക്കണം. ലൈംഗിക കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. നെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു മാനസിക രോഗമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെയാണ് നെറ്റ് അഡിക്ഷൻ. ഇന്റർനെറ്റ് ഉപയോഗിച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കില്ല. ഒരു മദ്യപാനി അതിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഒരു വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും. അതിനെ പിറകോട്ട് അദ്ദേഹം പിൻവലിഞ്ഞു വരുന്നതിന്റെ ഒരു ചില ലക്ഷണങ്ങൾ അദ്ദേഹം, പ്രയാസകരമായ ലക്ഷണങ്ങൾ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കും. ഇതേ മാനസികാവസ്ഥ നമ്മുടെ നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്ന, വൈറ്റ് മാറ്ററിനെ ബാധിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, ഒരു മനോരോഗത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ തലമുറ ഒന്നിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു യാഥാർത്ഥ്യം. നേരം വെളുത്ത് എണീറ്റ് വരുമ്പോ ആദ്യം തന്നെ വാട്സപ്പിൽ പുതിയ സന്ദേശം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ മനസ്സ് കൊതിക്കാറുണ്ടോ? വൈകുന്നേരം സ്കൂൾ വിട്ട്, ക്യാമ്പസ് വിട്ട് വീട്ടിലേക്ക് എത്തിയാൽ ആദ്യമായി മൊബൈൽ ഫോണിലേക്ക് ഓടുന്ന സന്ദർഭം നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയോ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. പതുക്കെ പതുക്കെ ഈ അപകടത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകും. നമ്മുടെ നാടുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ വേണ്ടി വരും. അത്തരത്തിലുള്ള സാങ്കേതിക വികാസത്തിലേക്ക്, സാങ്കേതിക വികാസം എന്നതിനെ വിളിച്ചുകൂടാ, സാങ്കേതിക ഭ്രാന്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്രതിരോധം ഉണ്ടായേ പറ്റൂ. നാം ഉപയോഗിക്കുന്ന വാട്സപ്പിനും ഫേസ്ബുക്കിനും മുന്നിൽ, ഡിജിറ്റൽ മൊബൈൽ ഫോണിന് മുന്നിൽ നിങ്ങൾ ചിലവഴിക്കുന്ന സമയത്തെക്കുറിച്ച് ആലോചിക്കുക. വിലപ്പെട്ട സമയത്തിന്റെ എത്ര വലിയ ഓഹരിയാണ് ഇവ കവർന്നെടുക്കുന്നതെന്ന് ആലോചിക്കുക. ഇത്തരത്തിലുള്ള പുനരാലോചനകൾ എന്റെ സഹോദരങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ക്യാമ്പസുകൾ അറിവിടങ്ങളാണ്. നമ്മൾ വളർത്തിയെടുക്കേണ്ട, വികസിപ്പിച്ചെടുക്കേണ്ടതാണ് ക്യാമ്പസുകൾ. ഉയർന്ന മൂല്യവത്തായ സംസ്കാരത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് ക്യാമ്പസുകൾ. പക്ഷേ പുതിയ ക്യാമ്പസ് ക്രമങ്ങളെ വായിക്കുമ്പോൾ അത്ര ശുഭകരമായ വാർത്തകളാണോ നമുക്ക് വായിക്കേണ്ടി വരുന്നത്? ഉയർന്ന രാഷ്ട്രീയ ബോധം വളർത്തിയെടുത്തിരുന്ന ക്യാമ്പസിന് പകരം പുതിയ കാലത്ത് ഒരു തരം ആദർശപരമായ പാപ്പരത്വത്തിന്റെ വഴിയിലേക്ക് നമ്മുടെ ക്യാമ്പസുകൾ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൽ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയണം. വർഗീയതയും തീവ്രവാദവും വർദ്ധിക്കുന്ന ക്യാമ്പസുകളായി നമ്മുടെ ക്യാമ്പസുകൾ മാറുന്നുവെങ്കിൽ അതിൽ അപകടത്തെ നമ്മൾ തിരിച്ചറിയണം. ഫാഷൻ ഭ്രമത്തിന്റെ പിറകെ പോകുന്ന ക്യാമ്പസ് ക്രമങ്ങൾ നമ്മൾ കാണുന്നുവെങ്കിൽ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിരുവിടുന്ന ആഘോഷങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്ന, ആ ആഘോഷങ്ങൾക്കിടയിൽ സ്വന്തം സഹപാഠിയുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ക്യാമ്പസുകൾ എന്നത് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ SCTയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം നമ്മൾ ആരും മറന്നുപോയിട്ടില്ലല്ലോ. സഹപാഠിനിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ജീപ്പ് പിടിച്ച് കൊന്ന കൂട്ടുകാർ ആഘോഷത്തിന്റെ പേരിലായിരുന്നു, മത്തുപിടിച്ച, ലഹരി പിടിച്ച ആഘോഷത്തിന്റെ പേരിലായിരുന്നു. ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന്, നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നുണ്ടാകാൻ പാടുണ്ടോ? സൗഹൃദത്തിന്റേതാകണം ക്യാമ്പസുകൾ, ധാർമ്മികതയുടേതാകണം ക്യാമ്പസുകൾ, നമുക്ക് അറിവും ധാർമ്മികതയും ഒന്നിച്ചു പകർന്നു തരുന്നതാകണം ക്യാമ്പസുകൾ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമുക്കിടയിലുള്ള കുറവുകൾ എന്തൊക്കെയുണ്ടോ ആ കുറവുകളെ കണ്ടെത്തുകയും അതിനെതിരെയുള്ള ഒരു പ്രതിരോധം തീർക്കുകയും അതിലൂടെ സ്വയം തിരുത്തുന്ന ഒരു ശക്തിയായി മാറാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തെ തിരുത്താൻ സാധിക്കുകയുള്ളൂ. തിരുത്ത് എന്നത് ഒരു മഹത്തായ പ്രക്രിയയാണ്. തിരുത്ത് എന്നത് വലിയൊരു ധർമ്മമാണ്. സമൂഹത്തെ തിരുത്തുക എന്ന ദൗത്യം ഏതു കാലഘട്ടങ്ങളിലും നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാർ അവർ സമൂഹത്തെ തിരുത്തുകയായിരുന്നു. സമൂഹത്തിലെ കുറവുകളെയും പ്രശ്നങ്ങളെയും തിരുത്തുകയായിരുന്നു. വിശ്വാസപരവും ധാർമ്മികവും സാംസ്കാരികവുമായ മുഴുവൻ മേഖലകളിലെയും തിരുത്തിക്കുറിക്കുക എന്നതായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം. മഹാന്മാരായ അഇമ്മത്തെ കിറാം, പിൽക്കാലത്തെ പ്രബോധക സംഘങ്ങൾ, സൂഫി സംഘങ്ങൾ, എല്ലാവരുടെയും ദൗത്യം സമൂഹത്തെ തിരുത്തുക എന്നതായിരുന്നു. ഇങ്ങനെയുള്ള തിരുത്തിന്റെ ശക്തികൾ ഏതു കാലങ്ങളിലും ഉദിച്ചുയർന്നിട്ടുണ്ട്.
പുതിയ കാലത്തിന്റെ തിരുത്തിന്റെ ശക്തിയായി, ധാർമ്മികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശക്തിയായി SSF നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ കഴിഞ്ഞ 43 വർഷത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും അതിന്റെ സജീവമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പിന്തുണയർപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം നാം നിർവഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിഞ്ചിളം കൈകൾക്ക് നിങ്ങൾ ശക്തി പകരണം. അവർ ചെറിയ വിദ്യാർത്ഥികളാണ്, കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അവയവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നന്നായി വളരാൻ ആവശ്യമായ സാഹചര്യം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നിങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. SSF കഴിഞ്ഞ 43 വർഷം ഈ നാട്ടിൽ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ധർമ്മബോധമുള്ള ഒരു വിദ്യാർത്ഥി തലമുറയെ സൃഷ്ടിച്ചെടുത്തു എന്നതാണ്. അതിന്റെ ഉൽപ്പന്നങ്ങള് ഈ സമൂഹത്തിന്, പ്രദേശങ്ങൾക്ക് നായകത്വം വഹിക്കുന്ന നല്ല ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ SSFന് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ വീണ്ടും അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. ആ മുന്നേറ്റങ്ങൾക്ക് നിങ്ങൾ പാതയൊരുക്കി കൊടുക്കണം എന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധർമ്മ പോരാളികൾ, നിങ്ങൾ ധീരമായൊരു സമരത്തിന്റെ വഴിയിലാണുള്ളത്. നിങ്ങൾ ശക്തമായി ഈ സമൂഹം വിളിച്ചോതുന്ന ഒരു സമരത്തിന്റെ വഴിയിലാണുള്ളത്. നിങ്ങൾ ചിലവഴിക്കുന്ന ഊർജം, നിങ്ങൾ ചിലവഴിക്കുന്ന സമയം അതൊട്ടും പാഴാകില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. വീണ്ടും വീണ്ടും ഈ സമരഗോതയിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വതആവനു അലൽ ബിരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.